ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവെ വഅള് പരമ്പരകളിൽ, മതപഠനവേദികളിൽ ചർച്ച ചെയ്യപ്പെടാത്തതും എന്നാൽ ഈ കാലഘട്ടത്തിൽ നിർബന്ധമായും നാം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുമായ ഒരു വിഷയമാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യം. ജീവിതത്തിൽ മനുഷ്യ സമുദായം വലിയ പുരോഗതികൾ നേടിയിട്ടുണ്ട്. മുൻകാലത്തെ അപേക്ഷിച്ച് വലിയ പുരോഗതികൾ നേടി എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. എന്നാൽ ഏറ്റവും സങ്കടകരമായൊരു കാര്യമെന്ന് പറയുന്നത് അനുദിനം തളർന്നുകൊണ്ടിരിക്കുന്ന ശാരീരികവും മാനസികവുമായ അവസ്ഥകളുള്ളവരാണ് നമ്മളിൽ അധിക പേരും എന്നുള്ളതാണ്. ഓരോ മഹല്ലിലും ഓരോ പ്രദേശത്തും നിരവധി മാരകമായ രോഗങ്ങൾ പിടികൂടിയ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക സമൂഹം നേരത്തെ തന്നെ ഈ വിഷയം ചർച്ചക്കെടുക്കേണ്ടതായിരുന്നു. കാരണം പുതിയ കാലത്തെ മനുഷ്യ ജീവിതത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ദയനീയമായ കാഴ്ചകൾ, ഭയാനകമായ കാഴ്ചകൾ, പേടിപ്പെടുത്തുന്ന കാഴ്ചകൾ അത്രമേൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, പുതിയ കാലത്തെ വിശേഷമെന്ന് പറയുന്നത് മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന മനുഷ്യനാണ്. വിദ്യാഭ്യാസപരമായ പുരോഗതികളോ ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതികളോ പുതിയ കാലത്തെ മനുഷ്യ സമൂഹത്തെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന വിഷയത്തിൽ സഹായിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10-15 വർഷമായി ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അയാളുടെ ഒരു പ്രയാസമെന്ന് പറയുന്നത് ശാരീരികമായ തളർച്ചയാണ്. പേരും പെരുമയും സമ്പത്തും പിടിപാടുമൊക്കെയുണ്ടെങ്കിലും ശാരീരികമായി ഒന്ന് തളർന്നു പോയാൽ, നമ്മൾ തളർന്നു പോയാൽ മറ്റൊന്നും നമ്മെ സഹായിക്കില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ചെറിയ പ്രായത്തിൽ തന്നെ മാരകമായ രോഗം പിടികൂടുന്ന ആളുകളാണിന്ന്. ചെറിയ പ്രായത്തിൽ യൗവനം വിട്ടുകിടക്കുന്നതിന് മുമ്പ് മാരകമായ രോഗങ്ങൾ പിടികൂടി ശയ്യാവലംബരാകുന്ന ആളുകളാണിന്ന് കൂടുതൽ. ക്യാൻസർ എന്ന മാരകമായ രോഗം, കരൾ രോഗം, കിഡ്നി രോഗം, അങ്ങനെ മാരകമായ രോഗങ്ങൾക്കടിമപ്പെടുകയും പ്രയാസത്തിലാവുകയും സാമ്പത്തിക നഷ്ടം വരികയും ഒക്കെ ചെയ്യുന്നൊരു കാലമാണിത്.
പുതിയ കാലത്തിന്റെ ഏറ്റവും വലിയ രസകരമായൊരു സംഭവം എന്ന് പറയുന്നത് പലർക്കും മരുന്ന് കുടിച്ച് രോഗം വർദ്ധിച്ചു എന്നതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം അതാണ്. മരുന്ന് കുടിച്ച് രോഗം വർദ്ധിപ്പിച്ചവരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലും. നിങ്ങൾ ഒരുപക്ഷേ രോഗം പിടികൂടിയതിന് ശേഷം, രോഗം പിടികൂടി എന്നറിഞ്ഞതിന് ശേഷം മരുന്നുപയോഗിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത്രമേൽ ശാരീരികമായി നിങ്ങളാരും തളരില്ലായിരുന്നു എന്നു പറയേണ്ടി വന്നു എന്നതാണ് പുതിയ കാലഘട്ടത്തിലെ പുരോഗതി. ഭക്ഷണം കഴിച്ച് രോഗിയാവുക, മരുന്ന് കഴിച്ച് രോഗത്തെ വർദ്ധിപ്പിക്കുക, ഇതാണ് പുതിയൊരു രീതി എന്ന് പറയുന്നത്. ഇത്തരം വിഷയങ്ങൾ ഗൗരവത്തോടെ പഠിക്കേണ്ടത് പുതിയ കാലഘട്ടത്തിലെ യുവാക്കളും യുവതികളുമാണ്. കേരളത്തിൽ ഓരോ മാസവും ഏകദേശം 2 ലക്ഷത്തോളം ചെറുപ്പക്കാര്, ചെറിയ പ്രായമുള്ളവർ കിഡ്നി തകർന്നു പോവുകയും ഡയാലിസിസിന് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെ ചെറിയ പ്രായത്തിൽ ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും മനുഷ്യൻ ജീവിതത്തിൽ അന്വേഷിക്കുന്നത് സൗഖ്യമാണ്. എല്ലായിടത്തും മനുഷ്യൻ അന്വേഷിക്കുന്നത് ജീവിതത്തിലെ സന്തോഷമാണ്. എല്ലാവരും പരസ്പരം അന്വേഷിക്കുന്നത് ക്ഷേമത്തെക്കുറിച്ചാണ്. എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ആരോഗ്യത്തിനാണ്. വിശുദ്ധ ദീനുൽ ഇസ്ലാം തൗഹീദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നിടത്തൊക്കെയും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിമീങ്ങൾ. നിസ്കാരത്തിലെ ചില പ്രാർത്ഥനകളിലും അല്ലാത്ത ഇടത്തെ ചില പ്രാർത്ഥനകളിലും ഇസ്ലാമിക സമൂഹം വഹ്ദിനി വആഫിനി, ഹിദായത്ത് ചോദിച്ച ഉടനെ ആഫിയത്തിന് ചോദിക്കുന്നു. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആരോഗ്യവാനാകാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം പ്രഭാതമാണ്. പ്രഭാതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുബ്ഹ് നിസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിന്റെ ഇഅ്തിദാലിൽ നിന്ന് കഴിഞ്ഞാൽ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മുസ്ലിമീങ്ങൾ ദുആ ചെയ്യുന്നൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്. ഹിദായത്തിനോളം വലിയൊരു കാര്യം നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാനുണ്ടോ? മനുഷ്യനായി ജനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനായി പിറന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകത്ത് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തൗഹീദാണ്. മുഅ്മിനാവാൻ കഴിയുക എന്നതാണ് ഈ ഭൂമികയിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനാവുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭാഗ്യം. അറിയുക പ്രിയപ്പെട്ടവരെ, ഈ ഭൗതിക ജീവിതത്തിൽ മനുഷ്യൻ അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം പ്രമേഹമില്ലാത്ത ശരീരമുണ്ടാവുക എന്നതാണ്. ഹൃദ്രോഗമില്ലാത്ത ശരീരമുണ്ടാവുക എന്നതാണ്. തേയ്മാനം സംഭവിച്ചിട്ടില്ലാത്ത കാൽമുട്ടുണ്ടാവുക എന്നതാണ്. ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന കിഡ്നികൾ ഉണ്ടാവാതിരിക്കുക എന്നതാണ്. ഏറ്റവും ആരോഗ്യവാനായി ജീവിക്കുക എന്നതാണ് ഈ ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പേരുണ്ട് ഈ അനുഗ്രഹം ആസ്വദിക്കുന്നവർ? എന്റെ ഈ സദസ്സിനോട്, എന്നെ ശ്രവിക്കുന്ന ഈ സദസ്സിനോട്
ഈ ഭൗതിക ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടോ ഇല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ്. പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയാത്തതാണ് ആരോഗ്യമെന്ന് ബോധ്യമായി. വില കൂടിയ ഭക്ഷണം കഴിച്ചാൽ ലഭിക്കാത്തതാണ് ആരോഗ്യമെന്ന് ബോധ്യമായി. ഇല്ലാത്ത ആരേലുണ്ടോ? വില കൂടിയ ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യമുണ്ടാകുമെന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. ഈ സദസ്സ് ഓർമ്മിക്കുമെങ്കിൽ ഒരു കാര്യം ഞാൻ ആവർത്തിച്ചു പറയാം. ഭക്ഷണം കഴിച്ചിട്ടാണ് പുതിയ തലമുറ രോഗികളായത്. ഭക്ഷണമാ മനുഷ്യനെ രോഗിയാക്കിയത്. മാരകമായ ക്യാൻസർ വർദ്ധിപ്പിച്ചത്, കാഞ്ഞങ്ങാട് പ്രദേശത്തെ വല്ലാതെ കിഡ്നി രോഗികളെ സൃഷ്ടിച്ചത്, ക്യാൻസർ രോഗികളെ സൃഷ്ടിച്ചത്, കാഞ്ഞങ്ങാടിന്റെ മറ്റൊരു വലിയ ദുരന്തം കരള് രോഗം വർദ്ധിക്കുന്നു എന്നതല്ലേ? കരള് രോഗം, ഹെപ്പറ്റൈറ്റിസ് എയും ബിയും സിയും. ഏത് സംവിധാനം കൊണ്ടാണ് നിങ്ങൾ ഇതിനെയൊക്കെ ഒന്ന് തടുക്കുക? ഏതൊരു സംവിധാനം കൊണ്ടാണ് മാരകമായ രോഗങ്ങളെ നിങ്ങൾ തടുക്കുക? എന്തൊരു വഴിയുണ്ട് പറയാൻ? ഇന്ന് രാജ്യത്ത് ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭരായ മുഴുവൻ ഡോക്ടേഴ്സ്, പത്തോളജിസ്റ്റുകൾ, അവർക്ക് ആധുനിക മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന മാരകമായ രോഗങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയില്ല. ഇതൊരു പബ്ലിക് വേദിയിലാണ് ഞാൻ പറയണത്. കഴിയില്ല അവർക്ക്. ഞാനൊരു പബ്ലിക് വേദിയിലാണ് പ്രസംഗിക്കുന്നത്, ഓപ്പണായത്. നിങ്ങളുടെ മുന്നിലുള്ള നൂതന സംവിധാനങ്ങൾ കൊണ്ട്, നിങ്ങളുടെ പരിചയത്തിലുള്ള അതിനൂതന സംവിധാനങ്ങൾ കൊണ്ട് മനുഷ്യന് മേൽ പടർന്നു പിടിക്കുന്ന മാരകമായ രോഗങ്ങളെ തടുത്തു നിർത്താൻ സാധ്യമല്ല. ഇത് ലോകാരോഗ്യ സംഘടനയ്ക്ക് ബോധ്യമായതാണ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് ബോധ്യമായതാണ്. നമുക്കങ്ങോട്ട് ബോധ്യമായിട്ടില്ല എന്നേ ഉള്ളൂ. പാറപ്പള്ളി മക്കാം ഉറൂസിന്റെ വേദിയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കുന്നത് എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണേ. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനമുള്ള വിഷയമാണ് മനുഷ്യന്റെ ആരോഗ്യം. അസ്സിഹ്ഹതു നിഅമതും മിനൽ ജന്നഹ്. ഭൗതിക ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന സ്വർഗീയമായ അനുഗ്രഹത്തിന്റെ പേരാണ് ആരോഗ്യമെന്ന് തിരിച്ചറിയണം. നീ ഹിദായത്തിന് വേണ്ടി അള്ളാനോട് ചോദിച്ചു കഴിഞ്ഞാൽ, പാറപ്പള്ളി മക്കാം ഉറൂസിന്റെ സദസ്സിൽ എന്തിനാണ് രോഗവും മരുന്നും ഒരു പ്രസംഗമായി പറയണത് എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ കേൾക്കണം. ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമുള്ള ഇൽമ് ഇതാണ്. വിശുദ്ധ ഇസ്ലാമിൽ, പരിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഇൽമിതാണ്. ഇൽമുൽ അബ്ദാൻ. ഇൽമുൽ അബ്ദാൻ എന്ന് പറഞ്ഞാൽ ശരീരത്തെക്കുറിച്ചുള്ള അറിവാ. ശാരീരികമായ നിലനിൽപ്പിന്റെ അറിവാണത്. ശാരീരികമായ ശക്തിയുടെ അറിവാണത്. ഇന്നിപ്പോ വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രിയാണ്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. യൗമുൽ ജുമുഅ, ലൈലത്തുൽ ജുമുഅ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യാരോഗ്യവുമായി വളരെ പ്രധാനപ്പെട്ട ദിവസമാണത്. അപ്പൊ ഈ സദസ്സ്, നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടി ഈ സദസ്സ് ജീവിതത്തിൽ ആനന്ദത്തോടെ ജീവിക്കണം, റാഹത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള സദസ്സാണ്. നിത്യവേദന കൊണ്ട് ജീവിതം ദുരിതത്തിലാവരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള സദസ്സാണ്. നിത്യവേദന കൊണ്ട് ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള സദസ്സാണ്. കേരളീയരുടെ ഏറ്റവും വലിയ ദുര്യോഗമെന്ന് പറയുന്നത്
കേരളീയരുടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് മരുന്നുകൾ കാരണം മാരകമായ രോഗം പിടികൂടിയവരാണ്. കഴിക്കുന്ന മരുന്നുകൾ കാരണം മാരകമായ രോഗങ്ങൾ പിടികൂടിയവരാണ് നമ്മുടെ ദേശത്തുള്ളവർ. അലോപ്പതി മരുന്ന്, ഹോമിയോപ്പതി മരുന്ന്, ആയുർവേദ മരുന്ന് എന്നൊക്കെ കേട്ട കൂട്ടത്തിൽ ഞാൻ ഈ അടുത്ത് കേട്ടൊരു മരുന്നിന്റെ പേരാണ് ചാത്തൻ മരുന്ന്. ചാത്തൻ മരുന്ന് എന്ന് ഇവിടെ പറയലുണ്ടോ? ചാത്തൻ എന്തിനാ പറയാ? കുട്ടിച്ചാത്തൻ എന്ന് കേട്ടിട്ടുണ്ട്, അതിന്റെ വലിയ ചാത്തനുണ്ട്. ചാത്തൻ മരുന്ന് കേരളത്തിൽ സുലഭമായി വിറ്റഴിക്കപ്പെടുന്ന ഒരു മരുന്ന് പേരാണ് ചാത്തൻ മരുന്ന്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഞാൻ ഈ അടുത്തൊരു വിശേഷം കണ്ടു. എന്റെ മൊബൈലിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഫോട്ടോ എടുത്തിട്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ആ റിപ്പോർട്ട് വന്നത്. അത് ഇവിടെ തന്നെ പറയണ്ടേ? കാസർഗോഡ് ജില്ലയിൽ നോർമലായി നടക്കേണ്ട പ്രസവം ഓപ്പറേഷൻ ആക്കുന്നത് സജീവമാണത്രേ. ഇത് അതിൽ പെടൂലേ? ജില്ല പെടൂലേ? നിങ്ങൾ കേട്ടോളി. എന്നാൽ എന്റെ അടുത്തുണ്ട്, എന്റെ മൊബൈലിലുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നോർമലായി നടക്കേണ്ട പ്രസവം ഓപ്പറേഷൻ ആക്കുന്നു. ഞാൻ ഫോട്ടോ സഹിതം റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിലേ എൻഡോസൾഫാൻ ദുരിതത്തിലാണ് ഈ ജില്ല. മറ്റൊന്ന് കോളാപാനീയങ്ങളുടെ ദുരിതത്തിലാണ് ഈ ജില്ല. കോളാപാനീയങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നാട്ടുകാരാണ് നിങ്ങളുടെ നാട്ടുകാർ. കോളാപാനീയങ്ങൾ സംസം പോലെ ബഹുമാനിക്കുന്നില്ല നിങ്ങള്. കോളാപാനീയങ്ങൾ കൊണ്ട് ക്യാൻസർ കൂടിയ ഒരു ജില്ലയാണിത്. ചെറുപ്പക്കാരുടെ വയറ് നശിച്ചുപോയ ഒരു പ്രദേശമാണിത്. യുവാക്കളുടെ ജീവിതത്തിലെ പല ഗുണങ്ങളും നഷ്ടപ്പെട്ടു പോയ ഒരു ദേശത്താണ് ഞാൻ വന്നു നിൽക്കുന്നത്. അപ്പൊ ഈ പരിശുദ്ധമായ ഉറൂസ് മുബാറക്കിൽ മനുഷ്യാരോഗ്യത്തിന്റെ ജീവിതത്തിൽ എപ്പോഴും വേദനകളില്ലാതെ ജീവിക്കുന്നതിന്റെ മഹത്വം പറയണം. പരിശുദ്ധ മതം ഇസ്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ ആരോഗ്യത്തിന് വലിയ പവിത്രമായ സ്ഥാനം നൽകി. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ നമ്മെ പഠിപ്പിക്കുന്നു, സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാര ശേഷം പ്രാർത്ഥിക്കുമ്പോൾ ഈമാന് വേണ്ടി ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഗൗരവത്തോടെ ദുആ ചെയ്തിരുന്നത് ആരോഗ്യത്തിന് വേണ്ടിയായിരുന്നു. ഇതിനെന്തുമാത്രം പ്രസക്തിയുണ്ടെന്ന് ആലോചിക്കണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കരൾ രോഗവും കിഡ്നി രോഗവും ക്യാൻസറും ഹൃദ്രോഗവും മസ്തിഷ്ക രോഗവും അസ്ഥി തേയ്മാന രോഗങ്ങളും വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ വഅഫിനി എന്ന പ്രാർത്ഥനയുടെ പൊരുളറിയാൻ ഇനിയും നമ്മൾ വൈകിപ്പോയാൽ, വഅഫിനി എന്ന ദുആഇന്റെ പൊരുളറിയാൻ നമ്മൾ വൈകിപ്പോയാൽ രോഗികളില്ലാത്ത വീടുകൾ സ്വപ്നം പോലും കാണാൻ കഴിയില്ല. പ്രതിരോധ മരുന്ന് കുത്തിവെപ്പ് മാമാങ്കങ്ങൾ കൊണ്ട് ക്യാൻസറിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയൂല. കരൾ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയൂല. പുതിയ കാലത്തെ മനുഷ്യന്റെ ദുരിതങ്ങളിൽ ഈ മാരകമായ രോഗങ്ങളൊക്കെയാ ഉള്ളത് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പുതിയ കാലത്തെ മനുഷ്യ ജീവിതത്തിലെ ദുരിതങ്ങൾ ഇതൊക്കെയാ. ശരീരത്തിൽ നിന്ന് ആഴ്ചയിൽ 1-2 തവണ നീര് കുത്തിയെടുക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ മനുഷ്യന്മാരെ, ശരീരത്തിൽ നിന്ന് ആഴ്ചയിൽ പോയി നീരിങ്ങനെ കുത്തിയെടുക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അയാൾക്ക് മരണത്തോട് ഇത്തിരി സ്നേഹം കൂടും, ജീവിക്കാൻ വല്ല പൂതി ഉണ്ടാവില്ല. അള്ളാഹുവേ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും കിഡ്നി സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. അവർക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. കിഡ്നി രോഗികൾക്ക് ഏറ്റവും ആവശ്യം ഇസ്തിഗ്ഫാറാണ്. അവരെ രോഗത്തിന് ശിഫ കിട്ടണമെങ്കിൽ അവർ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്ർ വർദ്ധിപ്പിക്കണം. ഞാൻ സമയമുണ്ടെങ്കിൽ പറയാം. അല്ലാണ്ട് മരുന്നോട് മാത്രമൊന്നും കളിച്ചവിടെ എത്തൂല. സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ പോലത്തെ പ്രാർത്ഥനകളും
മറ്റും കിഡ്നി സംബന്ധമായ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ പ്രാർത്ഥനയായി ആശ്രയിക്കണമെന്ന് ഞാൻ അവസരോചിതം ഉണർത്തുകയാണ്. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ, ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ വഅഫിനി എന്ന ദുആഇന്റെ ഗൗരവം നമ്മളൊന്ന് പഠിക്കണം. വഹ്ദിനി വഅഫിനി, വഹ്ദിനി വഅഫിനി എന്നതിന്റെ ഗൗരവം പഠിക്കണം. ഇല്ലാഞ്ഞാൽ മാരകമായ രോഗം വരും, മരുന്ന് കുടിച്ച് രോഗം വർദ്ധിക്കും, അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ദുരിതത്തിലായി പോകും. ഇസ്ലാം അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആരോഗ്യത്തെ വളരെ ഗൗരവത്തോടെ കാണുന്നു. നീ ആരോഗ്യവാനാവുക എന്ന് ഉത്ബോധിപ്പിക്കുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ സദസ്സിലിരിക്കുന്ന രോഗികൾ ദുഃഖിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ ഹദീസ് ഓതുന്നത്. എത്രയും എളുപ്പത്തിൽ രോഗം ശിഫയാവാനുള്ള വഴികൾ അവരന്വേഷിക്കട്ടെ എന്ന പ്രോത്സാഹനം എന്ന ഉദ്ദേശത്തിലാണ് ഞാനൊരു ഹദീസ് ഓതാൻ പോവാ. ഒരു ഹദീസേ, ഈ ഹദീസ് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് സങ്കടം വരും. സങ്കടം വേണ്ട, അവര് വേഗം രോഗം ശിഫയാവാനുള്ള വഴി അന്വേഷിക്കുക. അങ്ങനൊക്കെയുള്ള വഴിയുണ്ടോ? ഉണ്ട് എന്നാ ഖുർആൻ പറയണത്. രോഗം ശിഫയാവുന്ന വഴിയുണ്ടെന്നോ? ഈ സദസ്സിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. ക്യാൻസർ രോഗവും കരള് രോഗവും കിഡ്നി രോഗവും പ്രമേഹവും അസ്ഥി തേയ്മാന രോഗവും ശിഫയാകുമെന്നാണോ പറയുന്നത്? ഖുർആൻ പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളൊന്നറിയണം, അവർക്കുമേൽ ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ ജീവിത വിജയത്തിന്റെ മാർഗങ്ങൾ പഠിപ്പിക്കപ്പെടുന്നതോടൊപ്പം അവരെ പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങൾക്കുള്ള ശിഫ കൂടി നാം ഇറക്കിയിരിക്കുന്നു. ഇത് ഖുർആനാണ്. അല്ലാഹു ആ ശിഫയുടെ വഴി കണ്ടെത്തിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളിൽ പലരുടെയും ഒരു പേടി എന്താണ്? എന്റെ രോഗം ശിഫയാവില്ല എന്നതാണ്. മരിക്കുന്നത് വരെ മരുന്ന് കുടിക്കുക എന്നുള്ളതാണ് പലരുടെയും വിശ്വാസം. 4 മാസം കൊണ്ട് നിങ്ങൾക്ക് മരുന്ന് കൂടി നിർത്താമെന്ന് പറയുമ്പോൾ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈദ്യശാസ്ത്ര രീതിയിൽ ചികിത്സ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു 4 മാസം കൊണ്ട് നിങ്ങൾക്ക് ചികിത്സയിൽ നിന്ന് മുക്തി നേടാം, രോഗമുക്തി നേടാം എന്ന് പറയുമ്പോ മനുഷ്യന്മാരിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് രോഗം മാറുമോ? ഖുർആൻ പറയുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ. മാ ഹുവ ശിഫാഉൻ. ശിഫാ എന്ന് പറഞ്ഞാൽ മെഡിസിൻ എന്നല്ല അർത്ഥം. ശിഫാ എന്ന് പറഞ്ഞാൽ മെഡിസിൻ എന്നല്ല അർത്ഥം, ക്യൂർ എന്നാണ്. ക്യൂർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ രോഗമുണ്ടാവില്ല എന്നാണ്. ഞാൻ വ്യക്തമായി പറയാണ്, ഏതെങ്കിലും ഒരു പ്രമേഹ രോഗി ഉണ്ടെങ്കിൽ അയാളൊന്ന് കേൾക്കുക. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള പാൻക്രിയാസിന്റെ കഴിവ് പൂർവാധികം ശക്തിപ്പെടും എന്നാണ് ഖുർആൻ പറഞ്ഞതിന്റെ താല്പര്യം. പിന്നെ നിങ്ങൾ ഡയബറ്റിക് അല്ല, പിന്നെ നിങ്ങൾ പ്രമേഹ രോഗിയല്ല. ഇത് ഇസ്ലാമിക സമൂഹവും ഇസ്ലാമികേതര സമൂഹവും അംഗീകരിച്ച കാര്യമാണ്. ഇസ്ലാമിക സമൂഹവും അംഗീകരിച്ചിട്ടുണ്ട്, വൈദ്യശാസ്ത്ര സമൂഹം ഇത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഖുർആൻ പറയുന്നു രോഗം ശിഫയാകും. സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു മനുഷ്യനുമേൽ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. ലം യുനസ്സിൽ ദാഅൻ. ഓരോ രോഗിയും പഠിക്കേണ്ട ഒരു ഹദീസാണ്.
ലം യുനസ്സിൽ ദാഅൻ, അല്ലാഹു മനുഷ്യനുമേൽ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. ഇല്ലാ അൻസല ലഹു ശിഫാ, ആ രോഗത്തിന്റെ ശിഫയെ ഇറക്കിയിട്ടല്ലാതെ അല്ലാഹു ഒരു രോഗത്തെയും മനുഷ്യനുമേൽ ഇറക്കിയിട്ടില്ല. ആ രോഗത്തിനുള്ള ശിഫയെ ഇറക്കിയിട്ടല്ലാതെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച വാക്യത. ഓരോ രോഗിയും ഈ ഹദീസിന്റെ വചനം ഓരോ ദിവസത്തിന്റെയും തുടക്കത്തിൽ പറഞ്ഞാൽ തന്നെ എത്ര റാഹത്തുള്ള ജീവിതം അയാൾക്ക് നയിക്കാൻ കഴിയും. പറഞ്ഞത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മളൊക്കെ വിശ്വസിച്ച് നടക്കുന്നത് രോഗം ശിഫയാവില്ല, മരുന്ന് ഇങ്ങനെ മരിക്കണവരെ കുടിക്കാം. രോഗം ശിഫയാവില്ല, മരിക്കണത് വരെ മരുന്ന് കുടിക്കാം. എന്നാൽ വമാ യന്തിഖു അനിൽ ഹവാ, വമാ യന്തിഖു അനിൽ ഹവാ ഇല്ലാ വഹ്യു യൂഹാ. സൂറത്തുൻ നജ്ം. വിശുദ്ധ ഖുർആനിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരത്തെ പരിചയപ്പെടുത്തുകയാണ്. വമാ യന്തിഖു അനിൽ ഹവാ, തോന്നിയതുപോലെ സംസാരിക്കൂല. തോന്നിയതുപോലെ സംസാരിക്കുന്ന ശീലം, മനസ്സിൽ തോന്നണതൊക്കെ വിളിച്ചു പറയുന്ന ശീലം സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കില്ല. പിന്നെ എങ്ങനെ സംസാരം? പിന്നെ എങ്ങനെ അവിടുന്ന് സംസാരിക്കണത്? ഇൻഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അല്ലാഹുവിൽ നിന്നുള്ള വഹി പ്രകാരമല്ലാതെ, അല്ലാഹുവിൽ നിന്നുള്ള വഹി പ്രകാരമല്ലാതെ തിരുദൂതർ ഒന്നും നമ്മോട് പറയില്ല. അവിടുന്ന് പറയാ, നിന്റെ രോഗം ശിഫയാകുമെന്ന്. നിന്റെ രോഗം ശിഫയാകുമെന്നാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണത്. പിന്നെന്തിനാ പേടിക്കണത്? പിന്നെന്തിനാ നിങ്ങൾ പേടിക്കണത്? എന്റെ രോഗം മാറൂല എന്ന് കരുതിയിട്ട്. മാറൂല എന്ന് വിചാരിക്കുന്ന ഡോക്ടർമാരുടെ അടുത്ത് പോണോണ്ടാ രോഗം പ്രത്യേകിച്ചും മാറാത്തത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഹദീസ് ഇതല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ സദസ് ഗൗരവത്തോടെ പഠിക്കേണ്ട മറ്റൊരു ഹദീസാണ്. കിതാബ് മുസ്ലിമിൽ ബാബുൽ ഖദർ എന്ന അധ്യായത്തിൽ വന്ന ഹദീസാണ്. എന്താ ഹദീസ്? അൽ മുഅ്മിനുൽ ഖവിയ്യു. ഒന്നെല്ലാരും ശ്രദ്ധയോടെ കേൾക്കേണ്ട ഹദീസാണിത്. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾക്ക് ചേർത്ത് തരട്ടെ പ്രിയപ്പെട്ടവരെ. ഇത് സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്. ഞാൻ ഈ സദസ്സിനോടൊരു ചോദ്യം ചോദിക്കട്ടെ. ദുനിയാവിലെ റാഹത്തായി ജീവിക്കണം എന്നല്ലേ നിങ്ങളെല്ലാവരുടെയും ആഗ്രഹം? നിശ്ചയം ഈ സദസ്സ് നിങ്ങളെ അതിനെ സഹായിക്കും, എനിക്കുറപ്പുണ്ട്. ജീവിക്കുന്ന കാലം മുഴുവൻ റാഹത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ മജ്ലിസ് ഒരു മുസ്തശ്ഫയാണ്. മുസ്തശ്ഫ എന്ന് പറഞ്ഞാൽ രോഗം ശിഫയാകുന്ന സ്ഥലമാണ്. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. രോഗം ശിഫയാകുന്ന സ്ഥലമാണ് ഈ മജ്ലിസ്. മുസ്തശ്ഫ അല്ലെങ്കിൽ മജ്ലിസു ശിഫാ, മജ്ലിസുൽ ഇൽം, മജ്ലിസു ശിഫാ. അതുകൊണ്ട് രോഗികൾ ശ്രദ്ധയോടെ ഇരിക്കുക. രോഗം വന്ന് ദുരിതത്തിലാവരുത് എന്നാഗ്രഹിക്കുന്നവരും ശ്രദ്ധയോടെ ഇരിക്കുക. രണ്ടു കൂട്ടർക്കും വേണ്ടി പറയുകയാണ്. അൽ മുഅ്മിനുൽ ഖവിയ്യു, ആരോഗ്യവാനായ സത്യവിശ്വാസി, ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിങ്കൽ ഏറ്റവും ഖൈറായവൻ,
അല്ലാഹുവിങ്കൽ ഏറ്റവും ഖൈറായവൻ, വഅഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവൻ ആരേക്കാൾ മിനൽ മുഅ്മിനിൽ ലഈഫ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇത് രോഗികളെ സങ്കടപ്പെടുത്താൻ പറയുന്നതല്ല. ഞാൻ ഈ രോഗികളെ സങ്കടപ്പെടുത്താനല്ല ഈ ഹദീസ് പറയുന്നത്. നിങ്ങൾ വേഗം രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കിക്കോളി. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. തിബ്ബുൻ നബവി എന്ന, പ്രൊഫറ്റോപ്പതി എന്ന, ഇസ്ലാമിക് മെഡിസിൻ എന്ന ലോകം വാഴ്ത്തിയ മെഡിക്കൽ സയൻസിൽ സർവരോഗ ശമനത്തിന്റെ വഴിയുണ്ട്. ഈ അടുത്ത് മരിച്ചുപോയ സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കി തരാമെന്ന് പറയാൻ ധൈര്യമുണ്ടായ ഡോക്ടർ ദസ്തക്കീർ അഹമ്മദ്, ഇസ്ലാമിക സമൂഹം ലോകത്ത് വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റീഫൻ ഹോക്കിംഗ് കേട്ടിട്ടില്ലേ? പ്രതിദിനം ജീവൻ നിലനിർത്താൻ ലക്ഷക്കണക്കിന് ഡോളർ അമേരിക്കക്കും അനുബന്ധ രാജ്യത്തിനും ചെലവ് വന്നിരുന്നു അദ്ദേഹത്തെ ജീവൻ നിലനിർത്താൻ. 40 ദിവസം കൊണ്ട് ഖുർആനികമായ വൈദ്യശാസ്ത്രത്തിലൂടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ എഴുന്നേൽപ്പിച്ച് നടത്താൻ എനിക്ക് കഴിയുമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോട് വിളിച്ചു പറയാൻ മാത്രം ഖുർആൻ കയ്യിൽ പിടിച്ച ഒരാൾക്ക് ധൈര്യമുണ്ടായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കണത്? ഏതൊരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കണം? അപ്പൊ ഈ സദസ്സിലുള്ള രോഗികളെ പ്രയാസപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലല്ല പറഞ്ഞത്, മറിച്ച് എന്റെ രോഗം എളുപ്പത്തിൽ ശിഫയാവാനുള്ള വഴി ഏതാണെന്ന് ഓരോ രോഗികളും ഗൗരവത്തോടെ ആലോചിക്കുന്നതോടൊപ്പം ആരോഗ്യമെന്ന വലിയ നിഅമത്തിന് അല്ലാഹു നൽകുന്ന സ്ഥാനം എന്തെന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ്. ആരോഗ്യത്തിന് അല്ലാഹു ഇത്രയും വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ ഹദീസ് പറഞ്ഞത്. അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിനെല്ലാവരോടും ഇഷ്ടമാണ്, അല്ലാഹുവിനെല്ലാവരോടും വലിയ ഇഷ്ടമാണ്. പക്ഷേ ആരോഗ്യവാനോട്, രോഗമില്ലാത്ത മനുഷ്യനോട് കൂടുതൽ ഇഷ്ടമാ. മിനൽ മുഅ്മിനിൽ ലഈഫ്, മിനൽ മുഅ്മിനിൽ ലഈഫ്, ലഈഫായ മുഅ്മിനിനോടുള്ളതിനേക്കാൾ. വയസ്സായിട്ട് ലഈഫായ ആളുകളെ അല്ല ഈ പറയണത്. 35 വയസ്സുള്ളപ്പോ കിഡ്നി രോഗം വന്ന ആളെ കുറിച്ചും ഹാർട്ട് രോഗം വന്ന ആളെ കുറിച്ചും എല്ല് രോഗം വന്ന ആളെ കുറിച്ചുമാണ് ഈ പറയണത്. അല്ലാണ്ട് 60 വയസ്സ് കഴിഞ്ഞു തളർന്നു പോയവരെ കുറിച്ചല്ല. നിങ്ങൾ നന്നായി ചിന്തിക്കുക. നിങ്ങളോടൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നിങ്ങളൊക്കെ കഴിക്കുന്ന മരുന്നുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാണെങ്കിൽ നാട്ടിൽ വിൽക്കപ്പെടുന്ന മരുന്നുകളുടെ ഗുണഗണങ്ങളൊന്ന് പഠിക്കണം. അപ്പോഴേ പുതിയ മനുഷ്യൻ ആരോഗ്യം ഉണ്ടാക്കാൻ മറ്റു വല്ല വഴിയുമുണ്ടോ എന്ന് ആലോചിക്കുകയുള്ളൂ. നിങ്ങളിൽ ഓരോരുത്തരും പ്രഷറിന്റെയും ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും യൂറിക് ആസിഡിന്റെയും അതുപോലെയുള്ള മറ്റു മാരകമായ രോഗങ്ങളുടെ പേരിലൊക്കെ കഴിക്കുന്ന മെഡിസിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. ആ മരുന്നുകൾ നിങ്ങളുടെ ശരീരത്തിന് ഗുണമാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് മാരകമായ വല്ല രോഗങ്ങളുമാണോ ചെയ്യുന്നത്? എന്റെ രോഗം ശിഫയാകുമെന്ന വിശ്വാസത്തിൽ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ നിങ്ങളുടെ ശരീരത്തോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പഠിക്കാൻ സൗകര്യമുണ്ട്. എന്ന് പഠിക്കാൻ സൗകര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ദയവ് ചെയ്ത് ജീവിതത്തോട് സ്നേഹമുള്ള, ഭൗതിക ജീവിതത്തോട് താല്പര്യമുള്ള ആളുകൾ ഒന്ന് ഇതൊക്കെ ചേക്കണം. ഇല്ലെങ്കിൽ നിത്യരോഗം നിങ്ങളെയും കാത്തു നിൽക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ ഇസ്ലാമിൽ മനുഷ്യന്റെ ആരോഗ്യത്തിന് വലിയ പവിത്രമായ സ്ഥാനമുണ്ട്. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, അഇമ്മത്തിന്റെ ജീവിതത്തിലുണ്ട്. വലിയ സ്ഥാനമുണ്ട് നല്ല ആരോഗ്യമുള്ള മനുഷ്യന്.
നിഅ്മതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. വലിയ രണ്ട് അനുഗ്രഹങ്ങളെ, നിഅ്മതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, മഹത്തായ രണ്ട് അനുഗ്രഹങ്ങളെ ജനങ്ങളിൽ അധിക ആളുകളും പാഴാക്കി കളയുന്നവരാണ്. ഈ ഹദീസ് ഒരുപക്ഷെ ഒരുപാട് തവണ നിങ്ങൾ കേട്ടതാണെങ്കിലും എങ്ങനെയാണ് മനുഷ്യൻ തന്റെ ആരോഗ്യത്തെ പാഴാക്കുന്നത് എന്നത് മാത്രം നമ്മൾ പഠിച്ചില്ല. ഒരു മനുഷ്യൻ തന്റെ ആരോഗ്യത്തെ എങ്ങനെയാണ് പാഴാക്കുന്നത് എന്നത് മാത്രം പഠിച്ചില്ല. പാഴാക്കുന്നവരാണ്, നശിപ്പിച്ചു കളയുന്നവരാണ്. നിഅ്മതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്ഹത്തു വൽ ഫറാഗ്. ഒഴിവ് സമയം, മറ്റൊന്ന് ആരോഗ്യം. എങ്ങനെയാ ആരോഗ്യത്തെ പാഴാക്കി കളയുന്നത് എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. ആരോഗ്യത്തെ പാഴാക്കി കളയുന്നവരാണ് ജനങ്ങളിൽ അധിക ആളുകളും. എന്റെ സദസ്സിലുള്ളവർ ശ്രദ്ധിക്കുമല്ലോ, നിങ്ങൾ ഈ കൂട്ടത്തിൽ പെടുന്നവരാണോ അല്ലേ എന്നതാണ് അടുത്ത പരിശോധന. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ പാഴാക്കി കളഞ്ഞവരാണോ എന്നതാണ് നമ്മുടെ അന്വേഷണം. നമ്മളിനിപ്പോ പഠിക്കാൻ പോണ വിഷയത, ഞാൻ എന്റെ ആരോഗ്യത്തെ പാഴാക്കിയവനാണോ അല്ലേ? എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ രോഗം വരുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. എല്ലാ മനുഷ്യന്മാർക്കും ഒരുപോലെയല്ല അള്ളാഹുവിൽ നിന്ന് രോഗം വരിക. ചില ആളുകളെ അള്ളാഹു പരീക്ഷിക്കാൻ രോഗം കൊടുക്കും. എന്നാ ചില ആളുകൾക്ക് രോഗം വരുന്നതോ, ചില ആളുകൾക്ക് രോഗം വരുന്നത് പരീക്ഷിക്കാൻ കൊടുത്ത രോഗമല്ല. ചില ആളുകൾക്ക് അള്ളാഹു രോഗം കൊടുക്കുന്നത് അവന്റെ ളുൽമിനുള്ള ശിക്ഷയായിട്ടാണ് രോഗം കൊടുക്കുന്നത്. എല്ലാവരും പരീക്ഷണ രോഗം വന്നവരല്ല. ജനങ്ങളിൽ വലിയ ഭൂരിഭാഗം ആളുകളും ശിക്ഷാരോഗം വന്നവരാണ്. ഇത് കുറച്ചുകൂടി ഞാൻ വിശദമാക്കി പറഞ്ഞു തരാം. പരീക്ഷണ രോഗം, ശിക്ഷാരോഗം. പുതിയ കാലത്തെ പല രോഗങ്ങളും പരീക്ഷണ രോഗമല്ലെന്നാണ് ബോധ്യമായിട്ടുള്ളത്. പുതിയ കാലത്തെ പല രോഗങ്ങളും പരീക്ഷണ രോഗമേ അല്ല, ശിക്ഷാരോഗമാണ്. എന്തിന്റെ ശിക്ഷയാണെന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഹദീസ് ഓർമ്മ വരുന്നത്. ഏത് ഹദീസ്? നിഅ്മതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ശിക്ഷാരോഗം ഒന്നിവിടെ ശ്രദ്ധിച്ചാൽ ചികിത്സ എളുപ്പമാകും, രോഗം ശിഫയാവാൻ എളുപ്പമാകും. ശിക്ഷാരോഗം എനിക്ക് എങ്ങനെയാ വന്നത് എന്നതറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ പോവേണ്ടത് മറ്റൊരു ഹദീസിലേക്കാണ്. ആ ഹദീസാണ് ഞാൻ ഓതിയത്. നിഅ്മതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ആരോഗ്യത്തെ പാഴാക്കി കളയുന്നവരാണ്. അപ്പൊ എനിക്ക് പ്രമേഹ രോഗം വന്നത് അതിന്റെ ഉത്തരവാദി ഞാനാണ് എന്നർത്ഥം. എനിക്ക് കരള് രോഗം വന്നതിന്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ് എന്നർത്ഥം. പ്രഷറിന്റെ കംപ്ലൈന്റ് വരാൻ കാരണം ഞാൻ തന്നെ. സ്ട്രോക്ക് വരാൻ പുതിയ കാലത്തെ ചെറുപ്പക്കാര് ഭയപ്പെടേണ്ട മറ്റൊരു രോഗേത ആക്സിഡന്റിൽ മരിക്കുന്നതിനേക്കാൾ ഭയാനകമായ രൂപത്തിൽ കേരളത്തിൽ തലകറങ്ങി വീണിട്ടുള്ള മരണത്തിന്റെ എണ്ണം കൂടുകയാണ്. ആക്സിഡന്റിൽ മരിക്കുന്നതിനേക്കാൾ, എന്റെ സദസ്സ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ, ആക്സിഡന്റിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ തലകറങ്ങി വീണ് മരിക്കുന്നു. കുഴഞ്ഞു വീണ് മരണം എന്നാ അതിന്റെ പേര്. കുഴഞ്ഞു വീണ് മരണം.
രാത്രി ഉറങ്ങൽ വൈകുക, മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടുക, തലയുടെ അടുത്ത് മൊബൈൽ ഫോൺ വെച്ച് കിടന്നുറങ്ങുക, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇത്തരം കാരണങ്ങൾ, തലയുടെ ഭാഗത്താ മൊബൈൽ ഫോൺ വെക്കുന്നേ. ചില ആളുകൾക്ക് രാവിലെ എഴുന്നേൽക്കാനുള്ള അലാറമാണത്. അപ്പോ നിഅ്മതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആരോഗ്യത്തെ പാഴാക്കി കളയുന്നു, ആരോഗ്യത്തെ നശിപ്പിച്ച് കളയുന്നു, സ്വയം തളരുന്നു, സ്വയം ക്ഷീണിക്കുകയാണ് മനുഷ്യരിൽ അധിക പേരും. അങ്ങനെ പറയുമ്പോൾ ഈ വിഷയത്തിന്റെ ഒരു ഭാഗം പോകുന്നത് എങ്ങോട്ടാണെന്നറിയുമോ? പുതിയ കാലത്തെ മനുഷ്യന്മാർക്ക് സുലഭമായി ഭക്ഷണം ലഭിക്കുമെങ്കിലും ആവശ്യമുള്ളത് തിന്നൂല്ല, ആവശ്യമില്ലാത്തത് വല്ലാതെ കഴിക്കുകയും ചെയ്യും. ഇതാണ് പുതിയ കാലത്തൊരു ശീലം. ആവശ്യമുള്ളത് തിന്നൂല്ല, ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കൊടുക്കൂല. ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യന് പ്രഭാതത്തിൽ അവന്റെ ശരീരത്തിന് രാവിലത്തെ ഭക്ഷണമായി ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഏറ്റവും നല്ലത് പഴങ്ങളാണ്, ഏറ്റവും നല്ലത് പഴമാണ്. നേന്ത്രപ്പഴവും ഈത്തപ്പഴവും അത്തിപ്പഴം പോലത്തെ നല്ല പഴങ്ങളാണ്. ആരും കഴിക്കില്ല. പാഴാക്കി കളഞ്ഞവനിൽപ്പെട്ടു. എല്ലാ പ്രഭാതങ്ങളിലും പഴം കഴിക്കാത്തവർ, എല്ലാ പ്രഭാതങ്ങളിലും ലഭ്യമാകുമെങ്കിൽ പഴം കഴിക്കാത്തവർ ആരോഗ്യത്തെ പാഴാക്കി കളഞ്ഞവരാണ്. മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ഗർഭിണിയായ സമയത്തൊരു പെൺകുട്ടി ഈത്തപ്പഴവും ഏത്തപ്പഴവും അതുപോലെ പപ്പായയും പഴുത്തത് ഒക്കെ കഴിച്ചില്ലെങ്കിൽ അവളുടെ ആരോഗ്യത്തെ പാഴാക്കി കളഞ്ഞവളാണ്. ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങളുടെ ആരോഗ്യത്തെ പാഴാക്കി കളയുന്നു എന്നത് ബോധ്യപ്പെടുത്താൻ ഉദാഹരണം പറഞ്ഞതാ. അപ്പൊ മനുഷ്യരിൽ അധിക പേരും രോഗികളാകുന്നത് അവര് തന്നെ അവരുടെ ആരോഗ്യത്തെ പാഴാക്കി കളയുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ആവശ്യമുള്ളത് തിന്നൂല്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം അതാണ്. ആവശ്യമുള്ളത് തിന്നൂല്ല, അനാവശ്യമായത് കഴിക്കും. ഈ കാലത്തൊരു പ്രശ്നം അതാ. വെള്ളം കുടിക്കൂല. പലരും വെള്ളം കുടിക്കുന്നതിന്റെ അളവ് വളരെ കുറവാ. പുതിയ കാലത്തൊരു പ്രശ്നം എന്താ? കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ചൂട് കൂടുതലാണ്. ചൂട് കാലത്ത് നിങ്ങളുടെ ശരീരത്തെ പ്രതിരോധിക്കേണ്ടതില്ലേ? മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കാൻ, ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ വരാതിരിക്കാൻ, സൂര്യാഘാതം പോലത്തെ പ്രശ്നങ്ങൾ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ, ശരീരത്തിൽ ക്രമാതീതമായ ചൂട് വർദ്ധിക്കുന്നത് കാരണം ആന്തരികവും ബാഹ്യവുമായ രോഗം വരാതിരിക്കാൻ, ഉഷ്ണകാലത്ത് പ്രത്യേകിച്ചും നിങ്ങൾ ചില പ്രതിരോധ വഴികൾ സ്വീകരിക്കണമെന്നാണ് ഇസ്ലാമിന്റെ താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന്റെ താല്പര്യം അതാണ്. ആ വിഷയത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വലിയ പ്രതിരോധ വഴിയാണ് ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കണം. എത്ര പേര് കുടിക്കാൻ? വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ വെള്ളം കുടിക്കൽ വളരെ കുറവാണ്. ഞാൻ കാണിക്കാൻ വരുന്ന, കൺസൾട്ടിങ്ങിന് വരുന്ന രോഗികളോടേക്കും വെള്ളം കുടിക്കാറുണ്ടോ? അത്യാവശ്യം കുടിക്കും. അത്യാവശ്യം കുടിക്കുന്ന പറഞ്ഞാൽ ഊണയിക്കും അച്ചാറൊക്കെ തൊട്ട് കൂട്ടണമായിരിക്കും. 2, 3, 4 മാത്രം ഗ്ലാസ് കുടിക്കുന്ന ആളുകളുണ്ട്. പുതിയ കാലത്ത് ഇസ്ലാമിക സമൂഹം ഇതൊക്കെ പഠിക്കണം. മനുഷ്യ സമൂഹം ഇത് പഠിക്കണം. മാനവരാശിക്ക് ഈ പാഠം പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആനിൽ രോഗം വരാതിരിക്കാനുള്ള വല്ല പ്രതിരോധം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ വഷ്റബു, രോഗം വരാതിരിക്കാൻ വല്ല പ്രതിരോധ മാർഗവും ഉണ്ടോ?
മനുഷ്യ ശരീരത്തിൽ മാരകമായ രോഗം വരാതിരിക്കാൻ വല്ല പ്രതിരോധ വഴിയും ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? വഷ്റബൂ, കുടിക്കുക. ഞാൻ ആ സദസ്സിനോട് ഇടയ്ക്ക് ചോദ്യം ചെയ്തിരിക്കുകയാണ്, ഇവിടെ ദുനിയാവിൽ റാഹത്തോടെ ജീവിക്കണം എന്ന് താല്പര്യമുള്ളവർക്കുള്ള വാദായി പറയണത്, പ്രസംഗ പറയണത്. ഇവിടെ ഈ നാട്ടിൽ ഇതാണ് നമ്മുടെ വലിയ വിഷയം. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ അന്വേഷണം ദുനിയാവിൽ സുഖം എങ്ങനെ വർദ്ധിപ്പിക്കാം, സന്തോഷം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതാണ്. അതിനെക്കുറിച്ചാണ് ഞാനും പറയുന്നത്. എനിക്കും ദുനിയാവിനോടാ കുറച്ച് താല്പര്യം കൂടുതൽ. കാരണം ആഖിറത്തിന്റെ കൃഷിയുടെ ഇതാണ്. ആഖിറ ഉണ്ടാക്കാൻ ദുനിയാവ് തന്നെ വേണം. ഈ കഠിനമായി പൊള്ളുന്ന ചൂട് കാലത്ത് ശരീരത്തിൽ ചൂടില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ മതം എത്ര വലിയൊരു മതമാണ്. നിസ്കാരത്തിന്റെ ശർത്തും ഫർളും മാത്രം നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിനിടയിൽ ചർച്ചയാവാതിരുന്നത്. വയലിൽ നല്ല വയലും മരണം തന്നെയാ, മരണത്തെക്കുറിച്ച് പറയൽ തന്നെ. പക്ഷെ എപ്പോഴും മരണം മാത്രം പറഞ്ഞാൽ നേരത്തെ മരിക്കേണ്ടി വരില്ലേ? ദുനിയാവ് പറയണ്ടേ? ദുനിയാവ് പറയണ്ടേ? ദുനിയാവിന് എപ്പോഴാ പറയാം? മരിച്ചതിന് ശേഷം. ചൂട് വല്ലാതെ വർദ്ധിച്ച കാലഘട്ടത്തിൽ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹിയെ നമ്മൾ ഓർമ്മിക്കണം. വൈദ്യശാസ്ത്ര ലോകത്തെ വലിയ പണ്ഡിതനാണ് ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി. മുഫസ്സിറാണ് അദ്ദേഹം. ഖുർആന് തഫ്സീർ എഴുതിയ പണ്ഡിതനാണ് അദ്ദേഹം. റംലി റഹ്മത്തുള്ളാഹി അലൈഹിയോട് രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ വഴി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടിയിലെ ഒരു പ്രയോഗം, അദ്ദേഹം പറഞ്ഞ മഹാനുഭാവൻ പറഞ്ഞ മറുപടിയിലെ ഒരു പദപ്രയോഗം മാത്രം ഞാൻ ഇവിടെ എടുക്കുകയാണ്. വശ്റബൂ, വശ്റബൂ, നീ വെള്ളം കുടിക്കുക. പുതിയ കാലത്ത് മനുഷ്യരിൽ പലരും തളർന്നു പോയത് മതിയായ അളവിൽ വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ്. ഹൃദയത്തിന് ശക്തി ലഭിക്കണമെങ്കിൽ വെള്ളം കുടിക്കണം. ഹൃദയത്തിന് ശക്തി ലഭിക്കണമെങ്കിൽ വെള്ളം കുടിക്കണം. ഹൃദയം ശക്തിയുള്ളതായാൽ, ഹൃദയം ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുന്നതായാൽ നീ സമ്പൂർണ്ണ ആരോഗ്യമുള്ളവനായി തീരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനത്തിലുള്ളത്. നിന്റെ ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി തീരും. ഹൃദയം നന്നാവാൻ വലിയൊരു വഴിയേതാ? ഒരുപാട് വഴിയുണ്ട്. 10ൽ കൂടുതൽ വഴികൾ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഹൃദയം നന്നാവാൻ. എന്നാ അതിലൊരു വഴിയേതാ? വെള്ളം കുടിക്കലാണ്. വെള്ളം മതിയായ അളവിൽ കുടിക്കലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളിൽ പലരും ആവശ്യത്തിനുള്ള അളവിൽ വെള്ളം കുടിക്കാത്തവരാണ്. വശ്റബൂ, വെള്ളം കുടിക്കുക. പ്രത്യേകിച്ചും ചൂട് കാലത്ത്. ഇസ്ലാമിക ശാസ്ത്രപ്രകാരം ഒരു മനുഷ്യന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അയാൾക്ക് വിശക്കണം, ആഹാരം കഴിക്കണമെങ്കിൽ അയാൾക്ക് വിശക്കണം. എന്നാ വെള്ളം കുടിക്കണമെങ്കിലോ ദാഹിക്കേണ്ടതില്ല, വെള്ളം കുടിക്കണം. ദാഹിക്കേണ്ടതില്ല, അയാൾ വെള്ളം കുടിക്കണം. നമ്മളിൽ പലർക്കും ഹൃദയം തളർന്നു പോയത്, തലച്ചോറ് തളർന്നു പോയത്, എല്ല് രോഗം വർദ്ധിപ്പിച്ചത്. ഇനിയിപ്പോ ഒരു പുതിയ രോഗം വരാൻ പോകുന്നുണ്ട് കേട്ടോ. എല്ല് രോഗത്തിൽ കാലിന്റെ മുട്ടിന്റെ ഭാഗത്തുള്ള ജോയിന്റുകൾ പരസ്പരം എത്രയാളാ ബുദ്ധിമുട്ടിലായത്? എത്ര ആളുകൾക്കാണ് ഈ പ്രയാസം? നിസ്കാരത്തിലെ ഏറ്റവും മഹത്തായ സുജൂദ് ചെയ്യാൻ കഴിയാതെ, നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സുജൂദാണ്. മനോഹരമായി നാം പണിയുന്ന ആരാധനാലയത്തിന് മേൽ വെക്കപ്പെട്ട പേര് മസ്ജിദ് എന്നാണ്. മസ്ജിദ് എന്നാൽ സുജൂദ് ചെയ്യുന്ന ഇടമെന്നാണ്. എത്ര ആളുകളാണ് നിസ്കാരത്തിൽ സുജൂദ് ചെയ്യാൻ കഴിയാതെ പ്രയാസത്തിലായത്? എത്ര ആളുകൾക്കാണ് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല? മുട്ടുമടക്കാൻ അവർക്ക് പറ്റൂല എന്നാ പറയണത്. മുട്ടുമടക്കാൻ അവർക്ക് കഴിയില്ല. മതിയായ അളവിൽ വെള്ളം കുടിച്ചിരുന്നുവെങ്കിൽ
എല്ലുകൾക്ക് ശക്തി ലഭിക്കാൻ, അസ്ഥികൾക്ക് ശക്തി ലഭിക്കാൻ, നിന്റെ ശരീരത്തിലെ അസ്ഥികൾക്ക് ശക്തിയുണ്ടാവാൻ നീ ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് വെള്ളത്തെയായിരുന്നു. വെള്ളം കുടിക്കണമായിരുന്നു. അപ്പൊ ശരാശരി ഒരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും ദിനം പ്രതി നാം കുടിക്കേണ്ടതുണ്ട്. 2.5 ലിറ്റർ വെള്ളമെങ്കിലും ദിനം പ്രതി നാം കുടിക്കേണ്ടതുണ്ട്. പച്ചവെള്ളത്തിന്റെ കാര്യമാ പറയുന്നത്. ചൂടാക്കി കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ചല്ല, ചൂടാക്കി കുടിക്കുന്ന വെള്ളത്തെ കുറിച്ചല്ല പറഞ്ഞത്. പച്ചവെള്ളം കുടിക്കണം. ശുദ്ധമായ കിണർ വെള്ളം നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മക്കൾക്ക് നിങ്ങൾ വെള്ളം ചൂടാക്കി കൊടുക്കരുത്. അത് അനാരോഗ്യപരമായ കാര്യമാണ്, അത് അനാരോഗ്യപരമായ ഏർപ്പാടാണ്. പച്ചവെള്ളം ശരീരത്തിന് ഗുണം ലഭിക്കാനാണ് കുടിക്കുന്നതെങ്കിൽ, ഹൃദയത്തിന് ശക്തി ലഭിക്കാനാണ് കുടിക്കുന്നതെങ്കിൽ, ദാഹം ശമിക്കാനാണ് കുടിക്കുന്നതെങ്കിൽ, മസ്തിഷ്കത്തിന് ഗുണം ലഭിക്കാനാണ് കുടിക്കുന്നതെങ്കിൽ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ജനങ്ങൾക്കിടയിൽ തെറ്റായ ചില വിശ്വാസങ്ങൾ അങ്ങനെയുണ്ട്. എന്നാൽ കർണാടക സ്റ്റേറ്റിലെ ജനങ്ങൾ, തമിഴ്നാട്ടിലെ ജനങ്ങൾ, മഹാരാഷ്ട്രയിലെ ജനങ്ങൾ പച്ചവെള്ളം കുടിക്കുമ്പോ കേരളത്തിലെ ജനങ്ങൾ ചൂടാക്കി തണിഞ്ഞ വെള്ളം കുടിക്കും, ചൂടുവെള്ളം കുടിക്കും. കേരളത്തിലേക്കാണ് ലോഡ് കണക്കിന് മരുന്നും വരേണ്ടി വരുന്നത്. തമിഴ്നാട്ടിൽ മരുന്ന് ഉപയോഗിക്കുന്നവർ കുറവാ, രോഗികൾ കുറവാ. ഇന്ത്യയിലെ വലിയ രോഗികൾ താമസിക്കുന്നത് കേരളത്തിൽ. കാരണം എന്താ? കേരളക്കാർക്കൊരു വിശ്വാസമുണ്ട്, നമ്മൾ അത്യാവശ്യം വിവരമുള്ള ആളാണ്. എന്താ വിവരം? വെള്ളം ചൂടാക്കി കുടിക്കുക. എന്താ വിവരം? വെള്ളം ചൂടാക്കി കുടിക്കുക. സാധാരണ എപ്പോഴും സ്വർഗത്തിലെ പാനീയത്തെ കുറിച്ചാണ് വയല് പറയാറുള്ളത്. ഇനിയിപ്പോ ദുനിയാവിലെ വെള്ളത്തെ കുറിച്ചാ വയല്. സാധാരണ വയല് എന്ന് പറയുന്നത് സ്വർഗത്തിലെ തേനാറുകളെ കുറിച്ച്, പാലരുവികളെ കുറിച്ചാണ് നമ്മൾ വയല് പറയാറുള്ളത്. ഇത് ഭൗതിക ജീവിതത്തിൽ ജീവിതം സ്വർഗീയമാക്കാനുള്ള വഴികളെ കുറിച്ചാണ് പറയുന്നത്. ജീവിതം സ്വർഗീയമാക്കാനുള്ള വഴികൾ. വഷ്റബു, നീ വെള്ളം കുടിക്കണം, ഇത് രോഗപ്രതിരോധമാണ് എന്ന് സയ്യിദുനാ റംലി റഹ്മത്തുള്ളാഹി അലൈഹി. മതിയായ അളവിൽ വെള്ളം കുടിക്കുക. സ്ത്രീകൾക്കിടയിൽ, കുട്ടികൾക്കിടയിൽ മൂത്രാശയ രോഗം വർദ്ധിക്കുന്നതിന് ഒരു വലിയ കാരണം, ഗർഭിണികളിൽ ആരോഗ്യം കുറയുന്നതിന്റെ വലിയ കാരണം, പ്രസവം പ്രയാസകരമാവുന്നതിന്റെ വലിയ കാരണം മതിയായ അളവിൽ ഗർഭകാലത്ത് വെള്ളം കുടിക്കുന്നില്ല എന്നതാണ്. നിങ്ങളത് ശ്രദ്ധിക്കണം. മതിയായ അളവിൽ വെള്ളം കുടിക്കുന്നില്ല എന്നതാണ്. അപ്പോ വെള്ളം കുടിക്കുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമായി നാം കാണണം. പറ്റുമെങ്കിൽ പൂർവപ്രഭാതത്തിൽ സുബഹിന് മുമ്പ് വീടുകളിൽ കിണറുണ്ടെങ്കിൽ സുബഹിന് മുമ്പ് തന്നെ അന്നത്തെ ദിവസം കുടിക്കാനുള്ള വെള്ളം കോരി വെക്കുന്ന ഒരു ശീലം വീടുകളിൽ ഉണ്ടാവട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കുടിക്കാൻ വേണ്ടി ഞാനൊരു നല്ല കാര്യം പറഞ്ഞുതരാം. സഹോദരിമാരുണ്ടല്ലോ, കുടിക്കാൻ വേണ്ടി നമ്മൾ കിണറിൽ നിന്ന് കോരുന്ന വെള്ളം സുബ്ഹ് ബാങ്കിന് മുമ്പ് ശേഖരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, സുബ്ഹ് ബാങ്കിന് മുമ്പ് നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയുമെങ്കിൽ ആ വെള്ളത്തിന് പ്രത്യേക ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഏത് വെള്ളത്തിന്? സുബ്ഹിന് മുമ്പ് കിണറിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളത്തിന് പ്രത്യേക ഗുണമുണ്ട് മനുഷ്യന്റെ ആരോഗ്യ വിഷയത്തിൽ. പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. ശുദ്ധമായ പച്ചവെള്ളത്തിൽ സുബ്ഹിന് മുമ്പ് കുളിക്കണതും വലിയ ആരോഗ്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. ശുദ്ധമായ പച്ചവെള്ളത്തിൽ സുബ്ഹിന് മുമ്പ് കുളിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് വലിയ ആരോഗ്യമുണ്ടാക്കി തരും നിങ്ങൾക്ക്. അപ്പോ പറഞ്ഞു വന്നത്, ശരിയായ രൂപത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തോട് ഇടപെടൽ നടത്തണം. രോഗം വരാതിരിക്കാനുള്ള എളുപ്പമാർഗമാണിത്. മതിയായ അളവിൽ, ശരീരത്തിന് ആവശ്യമുള്ള അത്രയും അളവിൽ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക. അത് രാവിലെ ശേഖരിച്ച വെള്ളമാവുക. ഞാൻ പറഞ്ഞു വന്നത്, ഉഷ്ണകാലം, ചൂട് വല്ലാണ്ട് വർദ്ധിക്കുന്നു. ഈ സദസ്സിലിരിക്കുന്ന ആളുകൾക്ക്
ഒരാഴ്ച കൊണ്ട് നിലവിലുള്ള ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ശാരീരിക തലം ഞാൻ ഈ സദസ്സിൽ പറയാൻ പോവാ. ഒരാഴ്ച കഴിഞ്ഞാൽ എത്ര കഠിനമായ വേനലാണെങ്കിലും നിങ്ങൾക്ക് സൂര്യതാപം വല്ലാതെ നിങ്ങൾ അലട്ടൂല്ല. ഈ ഭൗതിക ലോകത്ത് അനുഭവിക്കാൻ കഴിയുന്ന വലിയൊരു സൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ കാര്യം നിങ്ങൾ ചെയ്യുമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 10 നാൾ കഴിഞ്ഞാൽ വല്ലാതെ ചൂടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരില്ല. ഒരു പരിധിവരെ ചൂട് കാലത്തോട് പ്രതിരോധിച്ച് നിൽക്കാൻ നിങ്ങളുടെ ശരീരത്തിന്റെ ചർമ്മങ്ങൾക്ക് സാധ്യമാവും. നിങ്ങളുടെ ചർമ്മങ്ങൾ, നിങ്ങളുടെ തൊലികൾ അതിനോട് പൊരുതി നിൽക്കാൻ കഴിവുള്ളതാവും. അതിലൊന്ന് ഒരുപാട് പച്ചവെള്ളം കുടിക്കുക. രാവിലെ മുതൽ പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ അളവ് വെള്ളം കുടിക്കേണ്ടത്. വെള്ളം ഒറ്റയടിക്ക് കുടിക്കാതിരിക്കുക. ഇതൊക്കെ പഠിക്കേണ്ട കാര്യമോ? ദാഹം തീരില്ല പ്രിയപ്പെട്ടവരെ. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ദാഹം തീരും. പക്ഷെ സുന്നത്തായ രൂപത്തിൽ കുടിക്കണം. മുറുക്കായി കുടിക്കുക എന്നാണ് പറയുക, അല്പാൽപമായി കുടിക്കുക എന്നാണ് പറയുക. അല്പാൽപമായി നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതും ഒരൊറ്റ സ്പീഡിൽ ഒരു ബോട്ടിൽ വെള്ളം കുടിക്കുന്നതും രണ്ടും വല്ലാത്ത വ്യത്യാസമുണ്ട്. ഒറ്റ ശ്വാസത്തിൽ ഒരു വലിയ പാത്രം വെള്ളം കുടിച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തെ തണുപ്പിക്കില്ല, അത് ശരീരത്തിന്റെ ദാഹത്തെ തീർക്കില്ല എന്ന് മാത്രമല്ല, അത് ശരീരത്തെ ക്ഷീണിപ്പിക്കും. ഒരുപാട് ചെറുപ്പക്കാർക്ക് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ വന്നു പോയത് പലരും ഇത് പുറത്ത് പറയാഞ്ഞിട്ടാണ്. എത്ര ചെറുപ്പക്കാർക്കാണ് മൂത്രമുറ്റുന്ന രോഗമുള്ളത് എന്നറിയുമോ? ഞാൻ ചികിത്സിക്കാനിരിക്കുന്ന ഒരാളാണ്. പള്ളിയിലെ ഇമാമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, മദ്രസ അധ്യാപനം ചെയ്യുന്ന മഹിതമായ ജോലി ചെയ്യുന്ന ഒരാളല്ല, ഹോസ്പിറ്റലിൽ നിന്ന് സാധാ രോഗികളെ പരിശോധിക്കുന്ന ഒരു വ്യക്തിയാണ്. ചെറുപ്പക്കാരനാണ്. അവന്റെ പ്രശ്നം എന്താ? മൂത്രമുറ്റിപ്പോകുന്നു എന്നതാണ്. എവിടെന്നാ അവന് പഴച്ചത്? എവിടെന്നാണ് ഈ ചെറുപ്പക്കാരന് പഴച്ചത്? 2-3 കാര്യത്തിലാണ്. ഒന്ന്, വെള്ളം കുടിക്കുമ്പോ ശ്രദ്ധിക്കാതെ കുടിക്കുന്നു അവൻ. മറ്റൊന്നും, മൂത്രമൊഴിക്കാൻ പോയാൽ, മൂത്രവിസർജനത്തിന് പോയാൽ ശരിയായ രൂപത്തിലുള്ള മൂത്രവിസർജനം അവൻ നടത്തുന്നില്ല. നാഡികൾക്ക് തളർച്ച വരികയും യൂറിക് ആസിഡിന്റേതടക്കമുള്ള മാരകമായ മലിന രോഗങ്ങൾ ശരീരത്തിൽ പ്രകടമാവുകയും വിസർജ്യ വസ്തുക്കൾ ശരിയായ രൂപത്തിൽ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാത്തത് കൊണ്ടുകൂടിയാണ് യൂറിക് ആസിഡ് പോലത്തെ രോഗങ്ങൾ വരുന്നത്. കേവലം മസാലകൾ കൂടിയ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല, മസാലകൾ വല്ലാതെ കൂടിയ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല, എരിവ് കൂടിയ ഭക്ഷണം വല്ലാതെ കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല, എപ്പോഴും മാംസഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല, മറ്റു ചില കാരണങ്ങൾ കൂടി ഇത്തരം മലിന രോഗങ്ങൾ കൊണ്ട് ശരിയായ മൂത്രവിസർജനം ഇയാളിൽ നടക്കുന്നില്ല. ഡ്രോപ്സ് പിന്നെയും ബാക്കിയാണ്. യൂറിനറി ബ്ലാഡറിൽ, മൂത്രസഞ്ചിയിൽ മൂത്രമൊരൽപ്പം ബാക്കിയായി പോകുന്നു. ഒരു കാരണം ശരിയായ രൂപത്തിൽ വെള്ളം കുടിക്കാത്തതും, മറ്റൊരു കാരണം വിസർജനത്തിന് വേണ്ടി യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നതുമാണ്. അറിവ് കൂടിയപ്പോ, വിദ്യാഭ്യാസം കൂടിയപ്പോ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ വർദ്ധിച്ചപ്പോ, ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ പഠിച്ചപ്പോ മനുഷ്യന് പ്രകൃതിപരമായ ജീവിതം ഇല്ലാണ്ടായിപ്പോയി. മനുഷ്യന് പ്രകൃതി ഗുണം ലഭിക്കുന്ന ജീവിതം ഇല്ലാണ്ടായി. ചെറിയ കാര്യമല്ല. വിദ്യാഭ്യാസം കൂടിയെന്ന വാദം, അറിവ് കൂടിയെന്ന വാദം, ക്വാളിഫൈഡാ മിക്ക ആളുകളും, ഗ്രാജുവേറ്റ്സ് ആണ്. ബട്ട് എന്താ പ്രശ്നം? ജീവിത ശൈലികൾ അറിയില്ല. ജീവിത രീതികൾ എങ്ങനെയെന്നറിയില്ല. അപ്പോ വിസർജ്യ വസ്തുക്കൾ ശരീരത്തെ മാരകമായ രോഗങ്ങളിലേക്ക് നയിക്കുന്ന വിസർജ്യ വസ്തുക്കൾ ശരീരത്തിൽ ഒരൽപ്പം തങ്ങി നിൽക്കുന്നു. ഇതുകൊണ്ടുള്ള രോഗങ്ങളൊക്കെ പറഞ്ഞാൽ തീരുവോ? യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നവർക്ക് വല്ല രോഗവും പിടികൂടിയാൽ അത് ശിഫയായി എന്ന് പറഞ്ഞ അത്ഭുതമല്ലേ? അയാൾക്ക് മാറൂലല്ലോ രോഗം. അയാൾക്ക് ഒരിക്കലും രോഗം മാറൂല. പിന്നെ മുട്ട് മടക്കാൻ പറ്റുന്നില്ല, തൽക്കാലം വേറെ വഴിയില്ല.
മുട്ട് മടക്കിയേ തീരുന്നുണ്ടെങ്കിൽ കണ്ണൂരോട്ട് വരിക. അങ്ങനെയുണ്ട്. മുട്ടൊന്ന് മടക്കണം, പഴയ പോലെ ഇരിക്കണം എന്ന് പൂതിയുണ്ടെങ്കിൽ കണ്ണൂരോട്ട് വന്നാൽ അത് സാധ്യമാക്കി തരും. അതിനുള്ള വഴിയുണ്ട്. ആ കസാലമ്മൽ ഇരുന്നിട്ട് സുഖമുള്ള നിസ്കാരം ഉണ്ടല്ലോ, മണങ്ങണ്ട നീരണ്ട, ആ പരിപാടി നിർത്തുക. മുട്ട് മടക്കണോ? കണ്ണൂര് അതിന്റെ സംവിധാനമുണ്ട്. സുഖമായിട്ട് മുട്ട് മടക്കും, സുജൂദ് ചെയ്യും, അത്തഹിയ്യാത്തിലിരിക്കും, ഒക്കെ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് വെള്ളത്തെക്കുറിച്ചാണ് പറയാൻ കാരണം. ചൂട് വർദ്ധിച്ചിട്ടുണ്ട്, കഠിനമായ ചൂടാണ്, വരൾച്ചയാണ്. കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളൊക്കെ കഴിഞ്ഞ തവണ തന്നെ വറ്റിയിട്ടുണ്ട്. ഈ വർഷം വരൾച്ചയുടെ കാര്യത്തിൽ കണ്ണൂരും മുന്നേറിക്കൊണ്ടിരിക്കുക. വലിയ വരൾച്ചയാണ്. വരൾച്ചാ ബാധിത പ്രദേശമായി കേന്ദ്ര ഗവൺമെന്റ് കണ്ണൂരിനെ അംഗീകരിച്ചു എന്നാ കേട്ടത്. കാസർഗോഡ് കഴിഞ്ഞ വർഷം തന്നെ പ്രധാനപ്പെട്ട 4 നദി വറ്റിയ ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലെ വലിയ നദികൾ, വെള്ളമുള്ള 4 പ്രധാനപ്പെട്ട നദികൾ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ വർഷം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയും അത് വർദ്ധിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പറഞ്ഞു വന്ന വിഷയം എന്താണ്? ആകത്തുക പറഞ്ഞു വന്നത്, നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഭൗതിക ലോകത്തെ സുഖസന്തോഷങ്ങൾ നഷ്ടപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ചൂട് വർദ്ധിക്കുന്നതിനോട് എങ്ങനെയാണ് പ്രതിരോധിക്കുക. ചൂട് വർദ്ധിക്കുന്ന കാലമായതുകൊണ്ട്, ചൂട് വല്ലാതെ വർദ്ധിക്കുന്ന കാലമായതുകൊണ്ട് ചൂടിനോട് എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒരു വഴി ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക. പിന്നെയോ, പിന്നെന്താ വഴി? പിന്നെയും ഒരുപാട് വഴികളുണ്ട്. സാധാരണ ആരോഗ്യരംഗത്തുള്ള വിദഗ്ധന്മാര് നമ്മളോട് പറയാറുള്ളത്, 8 മണിക്ക് ശേഷം വെളിയിലിറങ്ങി വെയിൽ കൊള്ളരുത്, 5 മണി വരെ. നല്ല ഉപദേശമാണ്. ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. അവരുടെ ഉപദേശങ്ങളൊക്കെ പരമാവധി നമ്മൾ സ്വീകരിക്കുക തന്നെ വേണം, സ്വീകരിക്കണം. എല്ലാ നല്ല ഉപദേശങ്ങളും നമ്മൾ സ്വീകരിക്കണം. കുട്ടികളെ വല്ലാതെ വെയിലത്തിറക്കരുത്. അസ്ഥിരോഗം വർദ്ധിക്കുന്നതിൽ ചൂട് വലിയ കാരണമാണ്. ഓസ്റ്റിയോപൊറോസിസ്, എല്ലിങ്ങനെ വളഞ്ഞിട്ടെ കൊടയുടെ കമ്പി മാതിരി, കൊടയുടെ കമ്പിയില്ലേ തുറന്നാൽ, ഒരു കൊട തുറന്നാൽ കമ്പി നിൽക്കണ പോലെ, കമ്പി ഇങ്ങനെ വളഞ്ഞു നിൽക്കണ പോലെ കാല് വളഞ്ഞ്, കാല് പതുക്കെ ഇങ്ങനെ വളവ് വന്ന് പൊട്ടിപ്പോവുന്ന രോഗം. ഇപ്പൊ തേയ്മാനേ വന്നിട്ടുള്ളൂ, മുട്ട മടക്കാൻ പറ്റാത്ത പ്രശ്നമേ ഉള്ളൂ. മാരകമായൊരു രോഗം പുതിയ സമൂഹത്തെ കാത്തു നിൽക്കുകയാണ്. എല്ല് നൊരുമ്പിപ്പോവുന്ന രോഗം കാത്തു നിൽക്കുകയാണ് എന്റെ യുവാക്കളെ. 17-18 വയസ്സ് ജീവിതത്തെ ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങളെ കാത്തുകൊണ്ട് ഒരു മാരകമായ രോഗം പ്രത്യക്ഷമായിട്ടുണ്ട്. നിങ്ങളെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അസ്ഥി നുരുമ്പിപ്പോവുക, എല്ലുകൾ നുരുമ്പിപ്പോവുക. മരിച്ച് ഖബറിൽ വെച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല പറയുന്നത്. മരിച്ച് ഖബറിൽ വെച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല പറയുന്നത്. പുതിയ കാലത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ എല്ലുകൾ നുരുമ്പിപ്പോവുന്ന രോഗം, എല്ലുകൾ ക്ഷയിച്ചില്ലാണ്ടാവുന്ന രോഗം വരാൻ പോവുകയാണ്. രാത്രി നീ കിടന്നുറങ്ങുമ്പോ നിന്റെ പുറത്ത് നട്ടെല്ലുണ്ടായിരുന്നു. രാവിലെ സുബഹിക്ക് പള്ളി പോണെന്നുള്ള പൂതിയിൽ നീ ഉറക്കത്തിൽ നിന്നറിഞ്ഞുവെങ്കിലും നിനക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. നട്ടെല്ല് ഉണ്ടായിരുന്ന ഭാഗത്ത് ആ വസ്തു കാണൂല്ല, നിനക്ക് എഴുന്നേൽക്കാൻ പറ്റൂല. നട്ടെല്ല് ദ്രവിക്കുന്ന രോഗം വരാൻ പോകുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നിപ്പോ ഇതൊക്കെ നിങ്ങൾ വേഗം വിശ്വസിക്കും. കാര്യം എല്ലിനൊക്കെ രോഗം വരുമെന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട്, അസ്ഥികൾക്ക് രോഗം വരുമെന്ന് ബോധ്യമായിട്ടുണ്ട്. വില കൂടിയ ചെരുപ്പ് ധരിച്ചുകൊണ്ട് എല്ല് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായിട്ടുണ്ട്. വില കൂടിയ ആഭരണം ധരിച്ചു എന്നതിന്റെ പേരിൽ സെർവിക്കൽ, അതായത്
പെരടിയുടെ ഭാഗത്തെ അസ്ഥിക്ക് വേദന വരുന്നത് തടയാൻ പറ്റുന്ന ഒരൊറ്റ പെണ്ണുങ്ങളും ചിന്തിക്കണ്ട, നടക്കൂല. എന്നാൽ അസ്ഥിരോഗം ഈ ഉഷ്ണകാലത്ത് വർദ്ധിക്കും. ശരീരത്തിൽ ചൂട് വർദ്ധിക്കുന്നതാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്ര പ്രകാരം സത്യത്തിൽ എല്ലാ രോഗത്തിന്റെയും കാരണം. ശരീരത്തിൽ ചൂട് വർദ്ധിക്കുക, ശരീരത്തിൽ ചൂട് വർദ്ധിക്കുക എന്നതാണ്, ചൂട് ക്രമീകരിക്കുക എന്നതാണ് ആരോഗ്യ പരിപാലനം. ഒരു മനുഷ്യൻ തന്റെ ശരീരത്തിന്റെ ചൂട് ക്രമീകരിക്കുക എന്നതാണ് രോഗം വരാതിരിക്കാൻ അയാൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് വെള്ളം കുടിക്കാൻ പറഞ്ഞത്. മാത്രമല്ല മറ്റൊരു പ്രധാന കാര്യം സഹോദരിമാർക്ക് പറഞ്ഞു കൊടുക്കാം. പ്രത്യേകിച്ചും നമ്മളൊക്കെ മാംസഭക്ഷണം വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്. ഉഷ്ണകാലത്ത് മാംസം വേവിക്കുമ്പോൾ സഹോദരിമാരാണ് ശ്രദ്ധിക്കേണ്ടത്. ചൂട് കാലത്ത് ഇറച്ചി വേവിക്കുമ്പോൾ വെള്ളരി പോലത്തെ വസ്തു അതിൽ ചേർക്കണം. വെള്ളരി, ഇവിടെ വെള്ളരി എന്ന് പറയില്ലേ? എന്റെ സഹോദരിമാരാണ് പാചകം ചെയ്യുന്നത്. ഉഷ്ണകാലത്ത് മാംസം കഴിക്കാതിരിക്കാൻ നമുക്ക് കഴിയൂല. വെള്ളിയാഴ്ചയെങ്കിലും ഇറച്ചി കഴിക്കണം. അത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് അനിവാര്യമാണ്. വെള്ളിയാഴ്ച ഇവിടെ ഇറച്ചി കഴിക്കലില്ലേ? വെള്ളിയാഴ്ച ഇപ്പൊഴിവ്. ഇപ്പൊ എല്ലാ ദിവസവും കഴിക്കുന്നതുകൊണ്ട് വെള്ളിയാഴ്ചക്ക് വലിയ പൂതിയൊന്നുമില്ല. മുമ്പൊക്കെ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഇറച്ചിന്റെ ഒരു മണം കൂടി ഉണ്ടാവലുണ്ട്. മുമ്പ് പഴയ കാലത്തൊരു കഥ പറയാണ്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ അതിനൊരു ഇറച്ചിയുടെ മണവും അത്തറിന്റെ മണവും രണ്ടാ മണം ഉണ്ടായാല്. മുമ്പത്തെ കഥയാണ്. ഇറച്ചിക്കും മണമില്ല, അത്തറിനും മണമില്ല. ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും എല്ലാവരും മാംസം കഴിക്കണം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നല്ല പോത്തിറച്ചി വേവിച്ച് കഴിക്കണം. പക്ഷേ 1-2 മാസം നിങ്ങളതിൽ ചുരങ്ങ പോലത്തെ വെള്ളരി പോലത്തെ വസ്തുക്കൾ ചേർത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ കരള് രോഗത്തെ നിങ്ങൾ കാത്തിരിക്കുക. അത്ര പറഞ്ഞാ പോരെ? നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ടല്ലോ. കരൾ രോഗത്തെ നിങ്ങൾ കാത്തിരിക്കുക. മുമ്പ് ഹെപ്പറ്റൈറ്റിസ് എയും ബിയും ഉണ്ടായി, ഇപ്പൊ സിയും ഡിയും ആയി. ഡി വന്നോന്നറിയില്ല, വരും. സി എന്തായാലും വന്നു. കരൾ ചീയൽ രോഗം മനുഷ്യ ശരീരത്തിലെ അത്ഭുതാവയവം കരൾ. വല്ലാണ്ട് സ്നേഹം കൂടിയ കരളേന്ന് വിളിക്കുന്ന എന്തുകൊണ്ടാ? ഒരുവിധം കേടുപാടൊക്കെ തീർക്കുന്ന ആളാണ് കരള്. അത്രയും ഇഷ്ടമുള്ള ആള്, അത്രയും പറ്റിയ ആളെ കരളേന്ന് വിളിക്കാവുന്നതിന്റെ അർത്ഥം. നമ്മുടെ ശരീരത്തിലെ ഒരുവിധം കേടുപാടൊക്കെ തീർക്കുന്ന ആളാണ് കരള്. അതുകൊണ്ടാ നമ്മൾ ചില ആളിന്റെ കരളേന്ന് വിളിക്കണത്. ഇപ്പൊ കണ്ടവനൊക്കെ കരളേന്നാ വിളിക്കുക. അപ്പോ മാംസം കഴിക്കണം. പക്ഷെ എന്തു വേണം? അതിൽ വെള്ളരി പോലത്തെ അല്ലെങ്കിൽ ചുരങ്ങ പോലത്തെ വസ്തുക്കൾ ചേർത്ത് വേവിച്ച് കഴിക്കണം സഹോദരിമാര്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ കറിപ്പാത്രത്തിൽ, നിങ്ങൾ ശ്രദ്ധിക്കണം, ആയിഷ ഉമ്മ പറഞ്ഞ കഥയാണിത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ചരിത്രമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നാൽ കറിയുടെ പാത്രത്തിൽ ഈ ചൂണ്ടുവിരൽ ഇങ്ങനെ കറിയുടെ പാത്രത്തിലിട്ട് തപ്പി നോക്കും ചുരങ്ങയുടെ കഷ്ണമുണ്ടോ എന്ന്. കറിയിൽ നമ്മൾ ചെമ്മീനൊക്കെ ഉണ്ടോ നോക്കണ ഒരു പഴയ കാലത്ത്. ചുരങ്ങയുടെ കഷ്ണമുണ്ടോ എന്ന് തപ്പി നോക്കാറുണ്ടായിരുന്നു. നാഡിഞരമ്പുകളെ ശക്തിപ്പെടുത്താൻ കഴിവുള്ള അമൂല്യമായ ഭക്ഷ്യവസ്തുവാണ് ചുരങ്ങ. ഉഷ്ണകാലത്ത് പ്രത്യേകിച്ചും മാംസം വേവിച്ച് കഴിക്കുമ്പോഴും പ്രമേഹം പോലത്തെ രോഗമുള്ളവര്, നാഡീ തളർച്ച പോലത്തെ രോഗമുള്ളവര്, ഹൃദയ സംബന്ധമായ ക്ഷീണത്തിന്റെ രോഗമുള്ളവര് രാത്രി നേരത്ത് ചുരങ്ങ കറി വെച്ച് കഴിക്കുന്നത്, നടുവിന്റെ ഭാഗത്ത്, അരക്കെട്ടിന്റെ ഭാഗത്ത് സ്ഥിരമായ രോഗമുള്ളവർ ചുരങ്ങ കറി വെച്ച് കഴിക്കുന്നത് വലിയ ഗുണമുണ്ടാക്കും. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം അവിടുത്തെ സന്തത സഹചാരിയായിരുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു ചുരങ്ങയുടെ വള്ളി കണ്ടാൽ, ചുരങ്ങ എന്ന് പറയണ കായ് പിടിക്കണ മരം കണ്ടാൽ ബഹുമാനത്തോടെ ആദരവോടെ
ആ മരത്തിലേക്ക്, ആ ചെടിയിലേക്ക് നോക്കി നിൽക്കാറുണ്ടായിരുന്നു. എന്റെ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവാണല്ലോ ഇത്. എന്റെ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവായിരുന്നല്ലോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അനസ് റളിയല്ലാഹു തആല അൻഹു ചുരങ്ങയുടെ വള്ളിയിലേക്ക് നോക്കി നിൽക്കാറുണ്ടായിരുന്നു. ചൂട് കാലത്ത് ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തരം വസ്തുക്കൾ ചേർത്ത് ഭക്ഷിക്കുക. അതുപോലെ ക്രമാതീതമായ ചൂട് നിങ്ങളുടെ ശരീരത്തെ തളർത്താതിരിക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഇന്നത്തെ വയത് ദുനിയാവ് സന്തോഷം ഉണ്ടാക്കാനുള്ള വയതാണ്, അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞിരുന്നത്. ഉള്ളി ഉപയോഗിക്കുമ്പോ ചെറിയ ഉള്ളി ഉപയോഗിക്കുക. അവിടെ വേറെ പേരുണ്ടോ ഇവിടെ? ചെറിയ ഉള്ളി, ആ ചുവന്ന ഉള്ളി എന്താ പറയാ? ആ പെണ്ണുങ്ങൾക്ക് ഇത് മനസ്സിലാവേണ്ടത്. നിങ്ങൾക്ക് തിരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ കയ്യും കൈ ഇരിക്കുന്നല്ലാണ്ട് ഒരു വസ്തു നിങ്ങൾ കൂടലില്ല. ഇവർക്കാ അല്ലേ? നിങ്ങൾ ഈ കയ്യും കൈ ഇരിക്കുന്നല്ലാണ്ട് ഇവർ ഇതിനെ കൂടോ? ഒരു വസ്തുവിന് കൂടില്ല. അത് പെണ്ണുങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളതാണ്. ചെറിയ ഉള്ളി, ജൂനിയർ അല്ലേ? ആ ചുവന്ന സാധനം വാങ്ങലുണ്ടോ? വീട്ടില് വാങ്ങലുണ്ടോ? സാമ്പാർ നമ്മൾ വെക്കലില്ലല്ലോ, ഉണ്ടോ? അത് നമ്മളെ ഹൈന്ദവ സഹോദരന്മാർക്ക് ഉള്ള കറിയല്ലേ? അവരെടുത്ത് പോണ ഒരുപടി രുചിയിൽ സാമ്പാർ കൂട്ടണമെങ്കിൽ നമ്മൾ വെക്കലുണ്ടോ? ഉണ്ടോ? മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? പെണ്ണുങ്ങൾക്ക് സാമ്പാർ വെക്കാൻ അറിയോ? കോഴിക്കറിയാ എളുപ്പം. മുറിച്ചിട്ട് പീടിയെന്ന് തരും. രസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കറി കോഴിയാണല്ലോ. ചെറിയ ഉള്ളി പനി വ്യാപിക്കുന്നതിനെ തടയാൻ കഴിയും. പനി വ്യാപിക്കൂല, മനസ്സിലായിക്കോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ എത്ര വലിയ കാര്യങ്ങളാണ്. നീ ഒരു നാട്ടിൽ പോയാൽ, ഒരു കേരളക്കാരൻ മഹാരാഷ്ട്രയിൽ പോയി, അല്ലെങ്കിൽ സൗദിയിൽ പോയി, അല്ലെങ്കിൽ അമറാത്തിൽ പോയി, എവിടെയും പോയി, നിന്റെ നാട്ടിൽ നിന്ന് നീ അന്യദേശത്തെ യാത്രയായി എത്തിയാൽ ആ നാട്ടിൽ നിന്ന് നീ ആദ്യം കഴിക്കേണ്ട ഭക്ഷണം ഉള്ളിയാണ്. എന്താ കഴിക്കേണ്ടത്? ഉള്ളിയാണ്. ഉള്ളി കൊണ്ടുള്ള ഉദ്ദേശം ചെറിയ ഉള്ളി. എന്താ വേണ്ടത്? കരണ്ടില്ല. അവിടുന്ന് ആള് മാറിയാ മതിയല്ലോ. അവിടുന്ന് ആള് മാറിയാ മതിയല്ലോ. അല്ല, എല്ലാരും ശ്രദ്ധിക്കാന്നുള്ളത്. ആള് കൂടിയ പാമ്പ് ചാവൂലെന്ന് കണ്ണൂരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാരും നോക്കിയിട്ട് ഉള്ളതിനെ വലുതാക്കാനൊന്നും ഇല്ലല്ലേ? ചെറിയൊരു സംഭവമേ ഉള്ളൂ. അവിടുന്ന് ആളുകൾ കുറച്ച്, ആ ഇരിക്കുന്ന ഭാഗത്ത് സഹോദരിമാര് വയറ് ഷോർട്ടായ പ്രശ്നമാണ്, വേറൊന്നും സംഭവിച്ചിട്ടില്ല. അവിടുന്ന് ആളുകൾ മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് സദസ്സിൽ ഇരിക്കുന്നവർ സദസ്സിൽ തന്നെ ഇരിക്കുക. അള്ളാഹു എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് നമ്മളെല്ലാവരും കാത്തിരക്ഷിക്കട്ടെ. എല്ലാ ആപത്തുകളിൽ നമ്മളെല്ലാവരും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മനസ്സിലാക്കുക. അപ്പൊ പറഞ്ഞു വന്നത്, ഉഷ്ണകാലത്ത് ചില ഭക്ഷ്യക്രമങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ ഒരു പരിധിവരെ വല്ലാതെ ചൂട് വർദ്ധിച്ചു എന്ന് ആവലാതി പറയുന്നതിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയും. അതിൽ പ്രധാനമാണ് വെള്ളം പറഞ്ഞതുപോലെ, മാംസം വേവിക്കുമ്പോൾ ചുരങ്ങയോ വെള്ളരിയോ ചേർക്കണമെന്ന് പറഞ്ഞതുപോലെ, മുഴുവൻ വീടുകളിലും പ്രത്യേകമായി ഉപയോഗിക്കേണ്ട അമൂല്യമായ ഔഷധ ഗുണമുള്ള ഒരു വസ്തുവാണ് ചെറിയ ഉള്ളി എന്ന് പറയുന്നത്. ചെറിയ ഉള്ളി ഇതിവിടെ ഉപയോഗിക്കണം, നമ്മളെല്ലാവരും ഉപയോഗിക്കണം. പനിയുള്ള വീട്ടിൽ, പനിയൊക്കെ ഉള്ള ആളുകളാവുമ്പോൾ ചെറിയുള്ളി ചേർത്ത കഞ്ഞി കൊടുക്കണം അവർക്ക്. ചെറിയ ഉള്ളി മുറിച്ചിട്ട് കുത്തരി കൊണ്ട് കഞ്ഞി വേവിച്ച് കൊടുത്താൽ പനിയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഇല്ലാണ്ടാവും. അപ്പോ ഉള്ളി ഉപയോഗിക്കുക, അത് ആരോഗ്യമുണ്ടാക്കും. ഉള്ളി ഉപയോഗിക്കുന്നത് ആരോഗ്യമുണ്ടാക്കും. എന്നാൽ ശരീരത്തിൽ വല്ലാതെ ഉഷ്ണം വർദ്ധിക്കാതിരിക്കാനും, ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കാനും ഈ ചെറിയുള്ളിക്ക് വലിയ കഴിവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ വീടുകളിൽ മുഴുവൻ സഹോദരിമാരും വീടുകളിൽ
ഈ അമൂല്യ ഗുണമുള്ള വസ്തു ശേഖരിക്കുക, ഒന്നും അല്ലെങ്കിലും ഉഷ്ണകാലത്ത്. എല്ലായ്പ്പോഴും ഇല്ലെങ്കിലും ഉഷ്ണകാലത്തെങ്കിലും ചൂടുകാലത്തെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു രീതി സ്വീകരിക്കണം. എന്നതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചൂട് വല്ലാതെ ശരീരത്തെ കീഴ്പ്പെടുത്താതിരിക്കാൻ രാത്രി നേരത്ത് പൊരിച്ചത് കരിഞ്ഞത് പോലത്തെ ഭക്ഷണത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. ശരീരത്തിനത് താങ്ങൂല. നിങ്ങൾ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഭക്ഷണമായിരിക്കാം, പക്ഷെ രാത്രി നേരമാവുമ്പോൾ ശരീരത്തിന്റെ ആന്തരിക ഭാഗത്ത് അതുണ്ടാക്കുന്ന നാശങ്ങളെ കുറിച്ചൊന്നറിഞ്ഞാൽ, പൊരിഞ്ഞ ഭക്ഷണം കഴിക്കാൻ പൊതുവെ പകൽ 3 മണി കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. പകല് 3 മണി കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം. പകൽ 3 മണി കഴിഞ്ഞാൽ എണ്ണയിൽ പൊരിഞ്ഞ ഭക്ഷണം ശരീരത്തിന് അങ്ങോട്ട് ചേരൂല. നിങ്ങൾക്കിഷ്ടമായിരിക്കാം, നിങ്ങളുടെ ശരീരത്തിനത് താങ്ങൂല. ശരീരത്തിന് താങ്ങാത്തത് ശരീരത്തിന് കൊടുത്താൽ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ ശരീരം തിരിച്ചു തരും. അവിടെ വിഷയം. ശരീരത്തിന്റെ താല്പര്യത്തിനെതിരായി നിങ്ങൾ ജോലി ചെയ്താൽ, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കെതിരായി നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ, ശരീരം നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു തുടങ്ങും. പിന്നെന്ത് ചെയ്യും നമ്മള്? അതുകൊണ്ട് ഉഷ്ണകാലത്തെ ഇത്തരം കാര്യങ്ങൾ ക്രമീകരിക്കുക. അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങളെ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉറുമാമ്പഴം കഴിക്കുന്നത്, പഴുത്ത മാങ്ങ കഴിക്കുന്നത്, മൂത്രാശയ രോഗങ്ങൾ. ചൂടുകാലത്താണ് പലർക്കും മൂത്രാശയ രോഗങ്ങൾ വർദ്ധിക്കുന്നത്, ഉഷ്ണരോഗങ്ങൾ വർദ്ധിക്കുന്നത്, ജനനേന്ദ്രിയ രോഗങ്ങൾ വർദ്ധിക്കുന്നത് ഉഷ്ണകാലത്താണ്. നല്ല പഴുത്തൻ നാട്ടുമാങ്ങകൾ കിട്ടുമെങ്കിൽ കഴിക്കുന്നത് ഒരു പരിധിവരെ മൂത്രാശയ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും. ചൂടുകാലമാണിത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കൊല്ലവും മാങ്ങ തരത്തി ചൂടുകാലത്താ. നിങ്ങളതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല? എല്ലാ സീസണിലും മാങ്ങ വരാറുള്ളത് ചൂടുകാലത്തോടനുബന്ധിച്ചാ. നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ച് കഴിച്ചാൽ തീർച്ചയായും ഗുണമുണ്ടായിത്തീരും. അതുപോലെ വല്ലാതെ ചൂടിനെ ശരീരം താങ്ങാൻ കഴിയാത്ത ചൂട് കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഗുണകരമായ മറ്റൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ ശരീരം തോർത്താതിരിക്കുക എന്നതാണ്. കുളിച്ച ശരീരത്തിൽ തന്നെ വെള്ളമുണങ്ങുക. ഒരാഴ്ച ചെയ്യാൻ കഴിയുമ്പോൾ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു രീതി പതിവാക്കിയാൽ, ജോലി ചെയ്യാൻ, പഠിക്കാൻ, യാത്ര ചെയ്യാൻ, മറ്റു പലതും ചെയ്യാൻ വല്ലാത്ത ഉന്മേഷം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയതായി മനസ്സിലാവും. ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് പറയണത്. കുളിച്ചിട്ട് ദേഹം തോർത്താതിരിക്കുക. കുളിച്ചാൽ ആ ശരീരത്തിൽ തന്നെ വെള്ളം അങ്ങോട്ട് ഉണങ്ങുക. ഇതിലൂടെയൊക്കെ നടക്കണ ചില കാര്യങ്ങളുണ്ട്. സമയം വളരെ ചെറുതായത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്നും പോവാത്തത്. കുളിച്ച ശരീരത്തിൽ ഉമ്മമാര് ശ്രദ്ധിക്കണം. ദയവ് ചെയ്ത് ചെറിയ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചാൽ അവരുടെ തലയും അവരുടെ നെഞ്ചും നിങ്ങൾ തോർത്തരുത്. അവരെ വിട്ടേക്കണം. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ വളരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിനെയും മസ്തിഷ്കത്തിനെയും ശക്തിപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടെന്ന് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുളിച്ച് തലയിലും നെഞ്ചത്തും ഒരേ സമയം അതിന്റെ ഈർപ്പം നിലനിൽക്കുക എന്നത്. ഒരു മനുഷ്യൻ കുളിച്ചിട്ട് തലയിലും നെഞ്ചിലും ഒരേ സമയം അതിന്റെ നനവ് നിലനിർത്തുക എന്നത് ഹൃദയത്തെ സംരക്ഷിക്കാൻ, ഹൃദയഭിത്തികളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന സെല്ലുകളെ, സ്റ്റെനോയിൽ സെല്ല് എന്ന് പറയും, സെല്ലുകളെ സംരക്ഷിക്കാൻ കഴിയുന്ന മെത്തഡാ പറയുന്നത്.
ഹൃദ്രോഗത്തെ തടയാൻ കഴിയുന്ന ഒരു കാര്യമാ പറയുന്നത്. ഹൃദയത്തെ ബലപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യമാ പറയുന്നത്. കുളിച്ചിട്ട് തലയും നെഞ്ചും കുറച്ചു നേരം അതിന്റെ ഈർപ്പത്തോടെ നിലനിൽക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും ചൂട് വർദ്ധിച്ച കാലഘട്ടത്തിൽ. ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ചൂട് വല്ലാതെ പ്രശ്നമാവില്ല, നിങ്ങൾക്ക് പ്രശ്നമാവില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ കുളിക്കണ നേരത്ത് വേഗം തോർത്തിയിട്ടില്ലെങ്കിൽ നീരിറക്കൊക്കെ വരും, തുമ്മല് വരും, ജലദോഷമൊക്കെ വരും, ആകെ ഇടങ്ങറാവും എന്ന് പേടിയുള്ള ആളുകള് കുളിക്കുന്ന സമയത്ത് ഒരൽപ്പം വെള്ളം വായയിൽ വെക്കണം. വായക്കകത്ത് കുളിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ വെള്ളം ഉണ്ടാവണം. ആ വെള്ളം തുപ്പിക്കളഞ്ഞേക്കരുത്, ആ വെള്ളം തുപ്പിക്കളയരുത്. കുളി കഴിഞ്ഞ് ശരീരത്തിലെ വെള്ളം മാറുന്നത് വരെ ആ വെള്ളം അവിടെ വെക്കുക. വല്ലാതെ നീരിറക്കം, അങ്ങനല്ലേ പറയാ, നീരിറക്കം എന്നല്ലേ ഇവിടെ പറയാ. നീരിറക്കത്തിന്റെ പ്രശ്നമുള്ളവർ, പെരടി വേദനയൊക്കെ വരും. പിന്നെ അങ്ങനെയുള്ളവർ ഈ ഒരു ശൈലി സ്വീകരിച്ചാൽ അവർക്ക് പ്രയാസം വരില്ല. എത്രയോ ആളുകൾക്ക്, ഞാനിത് പല സ്ഥലത്തും പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്ത എത്രയോ ആളുകൾക്ക് ഇപ്പൊ അലർജി, തുമ്മൽ, ജലദോഷമൊന്നും ഇല്ല, റാഹത്തായി. ഒരുപാട് കാലമായി തുമ്മൽ, അലർജി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട ഒരുപാട് ആളുകൾ ആ പ്രയാസകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ സന്തോഷം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇത് പറയാൻ കാരണം അലർജി രോഗത്തിനെതിരെയല്ല, ചൂട് വല്ലാണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതിനോട് നമ്മുടെ ശരീരത്തിന് ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയണം. ഇനിയും ഒരു കാര്യം കൂടി എനിക്ക് വളരെ ഗൗരവത്തിൽ പറയാനുണ്ട്. നിങ്ങളുടെ വീടുകളിൽ രാത്രി സമയത്ത് ഒരുപാട് ബൾബുകൾ വെറുതെ കത്തിച്ചിടരുത്. ഇവിടെ ഇപ്പൊ ഇത് ഉറൂസ് മുബാറക്കാണ്. വിളക്ക് കൊണ്ട് മഹാന്മാരുടെ മസ്ജിദും മഹാന്മാര് പാർക്കുന്ന ഇടങ്ങളും അലങ്കരിക്കണം എന്നത് ഒരു സുന്നത്തായ രീതിയാണ്. സാധാരണ വീടുകളിൽ ആവശ്യത്തിൽ കൂടുതൽ ലൈറ്റുകൾ, ഫാൻസി ബൾബുകൾ, മനസ്സിലാക്കണം, ഫാൻസി ബൾബുകൾ, കളർ ബൾബുകൾ വീട്ടിനൊരു പക്ഷേ കാണാൻ രസമുണ്ടാകും, വീട്ടിനൊരു പക്ഷേ അത് കാണാൻ രസമായിരിക്കും. ഒരുപാട് ലൈറ്റുകൾ ആവശ്യമില്ലാതെ രാത്രി നേരം കത്തിക്കുന്നത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായിട്ടുണ്ട്. തെരുവ് വിളക്കുകൾ ഒരുപക്ഷെ കാലോചിതമായ പുരോഗതിയായിരിക്കാം. ഈ കാലഘട്ടത്തിൽ അതൊരു പക്ഷെ അനിവാര്യമായിരിക്കാം. സ്ട്രീറ്റ് ലൈറ്റുകൾ, പ്രഭാതം വരെ കത്തുന്ന സ്ട്രീറ്റ് ലൈറ്റുകൾ ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിരിക്കാം. പക്ഷേ അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുന്നതിൽ, മനുഷ്യ ശരീരത്തിൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന അളവിൽ, പ്രകൃതിയിൽ ചൂട് വർദ്ധിക്കുന്ന കാരണങ്ങളിൽ രാത്രി നേരത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ബൾബുകൾ കാരണമായിട്ടുണ്ട്. ആകാശത്തുനിന്ന് തീമയായി മാത്രം പെയ്തിറങ്ങുന്നതല്ല ചൂട്. ഗ്ലോബൽ വാർമിങ്ങിന്റെ കാരണം ഓസോൺ പാളിക്ക് കീറുണ്ടായത് മാത്രമല്ല. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലളിതമായ വിശദീകരണം അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുക എന്നതാണ്. ശരിയായ വിശദീകരണമല്ല അത്, ഒരു ചെറിയ വിശദീകരണം. ക്രമാതീതമായ ചൂട് വർദ്ധിക്കലാണ് സൂര്യാഘാതം. മുമ്പൊക്കെ അടുപ്പിൽ നിന്ന് തീപ്പാറിയിട്ട് ശരീരത്തിലെ തൊലി പൊള്ളിയിരുന്നു. അയൺ ബോക്സിൽ നിന്ന് തീപ്പാളിയിട്ട് കൈ പൊള്ളിയിരുന്നു. പക്ഷേ പുതിയ കാലത്തെ പുരോഗതി കേൾക്കണോ നിങ്ങൾക്ക്? സൂര്യ വെളിച്ചം കൊണ്ടിട്ട് തൊലി പൊള്ളി. പത്രത്തിൽ വായിച്ചിട്ടില്ലേ? സൂര്യാഘാതം എന്ന് വായിച്ചിട്ടില്ലേ? സൂര്യാഘാതം, സൂര്യന്റെ വെളിച്ചം തട്ടിയിട്ട് മനുഷ്യന്റെ തൊലി പൊള്ളുക. മരിച്ചില്ലേ ആളുകൾ? മരിച്ചില്ലേ? കണ്ണൂര് മരിച്ചില്ലേ? എത്രമേൽ ഭയപ്പെടണം നമ്മൾ, എത്രമേൽ ഈ കാലത്ത് ജീവിക്കാൻ ഭയപ്പെടണം പ്രിയപ്പെട്ടവരെ. എത്രമേൽ നമ്മൾ ഭയപ്പെടണം ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ. ബോധമില്ലാതെ ജീവിക്കുന്നവർ, എപ്പോഴും ആനന്ദത്തിലും എപ്പോഴും ആർഭാടത്തിലും എപ്പോഴും മതിമറന്നും ജീവിക്കുന്നവർ ആലോചിക്കുന്നുണ്ടോ പ്രകൃതിയിൽ സംഭവിച്ച നാശങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും? അത്ഭുതപ്പെട്ടു പോയി വാർത്ത വായിച്ചിട്ട്. സൂര്യന്റെ വെളിച്ചം മനുഷ്യ ശരീരത്തിന്റെ ചർമ്മങ്ങളെ പൊള്ളിച്ചു കളഞ്ഞു. ആ നിലയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കുക, ചൂടിനെ ശ്രദ്ധിക്കുക. രാത്രി നേരത്ത് വീടുകളിൽ വല്ലാതെ ലൈറ്റുകൾ കത്തിച്ചിടുന്ന സ്വഭാവം ഒഴിവാക്കുക.
അതുപോലെ മറ്റു പലതുമുണ്ട്. ശരീരത്തിന് ചൂട് കൂട്ടുന്ന ചില ഭക്ഷ്യവസ്തുക്കളുണ്ട്. വല്ലാതെ കോഴിമാംസം കഴിക്കുന്നത്, വല്ലാതെ കൂടുതൽ അളവിൽ കോഴിമാംസം കഴിക്കുന്നത്, ചെമ്മീൻ കഴിക്കുന്നത്, അയല കഴിക്കുന്നത്. അയല ഇപ്പൊ ഒരു പ്രത്യേക ചൊറിച്ചിൽ വന്നിട്ടുണ്ട്, എല്ലായിടത്തും ചൊറിച്ചിൽ, ഭയങ്കര ചൊറിച്ചിലാണ്, പോണില്ല, ഭയങ്കര ചൊറിച്ചിൽ. എന്താണ് ഒരാൾക്കൊരു പിടുത്തമില്ല, ഭയങ്കര ചൊറിച്ചിലാണ്, ഭയങ്കര പ്രയാസമാണ്. ഭയങ്കര പ്രയാസമുള്ള ഒരുതരം ചൊറിച്ചിൽ, സ്കിൻ ഡിസീസ്, ചർമ്മവുമായി ബന്ധപ്പെട്ട ഒരു വലിയ അസ്വസ്ഥതയിലാണ് കേരളമുള്ളത്. ആർക്കും ഒരു പിടുത്തമില്ല. എന്തൊക്കെയോ മരുന്ന് തേച്ചു വെക്കുക, ലോഷൻ തേച്ചു വെക്കുക, ഗുളിക കഴിച്ചു വെക്കുക എന്നല്ലാതെ പരിഹാരമില്ല. സൂക്ഷിക്കണം. അപ്പൊ ഏതായാലും ക്രമാതീതമായി ചൂട് വർദ്ധിക്കുന്ന ഒരു കാലമാണിത്. നിങ്ങളുടെ ശരീരത്തെ ചൂട് വല്ലാതെ വർദ്ധിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വിഷയത്തിനിടയിൽ പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ, പൂർണ്ണമായും പറഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവണം, നിങ്ങളുടെ ആലോചനയിലുണ്ടാവണം. വീട് പരിപാലിക്കുന്ന മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിന്റെ ഭാഗമായി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നടപ്പിൽ വരുത്താൻ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്താൻ ശ്രദ്ധിക്കണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ചില കാര്യങ്ങളെ പ്രതിരോധിക്കലാണ് ബുദ്ധി. വലിയ നാശങ്ങൾ പല നിലയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് അവനവന്റെ ശരീരത്തെ ഈ നാശങ്ങൾ വരാതെ സൂക്ഷിക്കലാണ് ബുദ്ധി. അതിൽ നിങ്ങളെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്, വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇതുവരെ സംസാരിച്ചത്. അള്ളാഹു ഈ പറഞ്ഞതും അല്പമാണെങ്കിലും നമ്മൾ കേട്ടതും അള്ളാഹു നമുക്ക് കബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ രാവിലെ 7 മണിക്ക് എനിക്ക് എറണാകുളം ജില്ലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് ഇനിയും പ്രസംഗം നീട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ് എന്നതുകൊണ്ടും, തുടർന്ന് നിങ്ങളുടെ മജ്ലിസിൻ നൂറിന്റെ സദസ്സ് ഇവിടെ ആരംഭിക്കാനുള്ളത് കൊണ്ടും ഞാൻ തൽക്കാലം എന്റെ പ്രസംഗം നിർത്തുകയാണ്. കാരണം എനിക്ക് കാഞ്ഞങ്ങാടെത്തി ട്രെയിനിന് പോകണം. ആ ഒരു വിഷയമുണ്ട്. നമ്മൾ തുടങ്ങാൻ ഇവിടെ എല്ലായ്പ്പോഴും 9 മണിക്കോ ശേഷമാണ് തുടങ്ങുന്നത്. സാരമില്ല, അങ്ങനെ തുടങ്ങിയാൽ മതി. ഒരു നാട്ടിൽ എങ്ങനെയാണോ പതിവ്, ആ പതിവ് തെറ്റിക്കാതിരിക്കലാണ് നല്ലത്. അതുകൊണ്ട് തന്നെ പരിപൂർണമായി ഈ വിഷയം അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു ആത്മീയ സ്വഭാവമുള്ള ഒരു സദസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരും പോകുന്നത്. വളരെ ആത്മീയമായ ഒരു സ്വഭാവമുള്ള ഒരു സദസ്സ്. ഈ കാലത്ത് രോഗം മാറാൻ, പ്രയാസം മാറാൻ, ദുഃഖവും ദുരിതവും ബുദ്ധിമുട്ടുകളും നീങ്ങാൻ പലരും ഇപ്പോൾ ആശ്രയിക്കുന്നത് മജ്ലിസുൻ നൂറാണ്. ലോകത്താകമാനം 6000-ന് മേലെ ചിട്ടയോടെ, 6000-ന് മുകളിൽ ചിട്ടയോടെ മജ്ലിസുൻ നൂറിന്റെ സദസ്സുകൾ കൃത്യമായി നടക്കുന്നു എല്ലാ മാസവും. ഇതൊരു വലിയ കാര്യമാണ്. അങ്ങനെ ഒരു മജ്ലിസിലേക്കാണ് നിങ്ങൾ എല്ലാവരും നീങ്ങുന്നത്. അപ്പൊ ദൂരെ നിൽക്കുന്നവർ ഒരു പ്രസംഗം കേൾക്കാൻ ചിലപ്പോൾ ദൂരെയോ അടുത്തൊക്കെ ഇരിക്കാം. മജ്ലിസുൻ നൂറിന്റെ സദസ്സാവുമ്പോ നമുക്ക് ജീവിതത്തിൽ പ്രത്യേകം ഗുണം കിട്ടുന്ന ഒരു ദുആഇന്റെ മജ്ലിസാണ്. അതുകൊണ്ട് മുഴുവൻ ആളുകളും സദസ്സിന്റെ പരമാവധി മുൻഭാഗത്തേക്ക് വന്നിരുന്ന് ആ ആത്മീയ സ്വഭാവത്തിൽ എന്റെ വിഷമം തീരണം, എന്റെ പ്രയാസം തീരണം, എന്റെ ദുഃഖം തീരണം, എന്റെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് നീങ്ങണം എന്ന് കരുതി ആ നിയ്യത്തോടുകൂടി ഈ പരിശുദ്ധമായ മജ്ലിസിൽ ഇരിക്കുക. എന്നിട്ട് മഹാനായ സയ്യിദ് സഫ്വാൻ കോയ തങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ധന്യരായി ഈ മഹാനുഭാവന്റെ ഹദറത്തിൽ വെച്ച് മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ ഓർമ്മിച്ചുകൊണ്ട് ധന്യരായിക്കൊണ്ട് ഈ രാത്രി, റജബിന്റെ രാത്രി, ആഫിയത്തിൽ, ആരോഗ്യത്തിൽ ബർക്കത്ത് കിട്ടുന്ന ഈ രാത്രി നിങ്ങൾ ഈ മജ്ലിസിനെ ഭംഗിയാക്കുക എന്നുകൂടി ഉണർത്തിക്കൊണ്ട് ദുആ വിശാലമായി ബഹുമാനപ്പെട്ട സയ്യിദ് സഫ്വാൻ കോയ തങ്ങൾ നിർവഹിക്കുമെന്നുള്ളത് കൊണ്ടും സമയം എന്നെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യാനുള്ളത് കൊണ്ടും തൽക്കാലം ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.